ിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനവും അവന്റെ സാക്ഷ്യവുമായി ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഈ മീറ്റിങ്ങിന് മനോഹരമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ വാസ്ലോയി ബേബി അവറുകൾ, മറ്റേ ആത്മിക പ്രവൃത്തരായിട്ടുള്ള കത്തുദാസന്മാർ, സ്നേഹസമ്പന്നരായ ദൈവജനം, എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. തുടർമാനമായി നടക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കുന്നു. 2025 പിന്നിട്ട 7 മാസങ്ങൾ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ച കുറുകിപ്പോകാത്ത ദൈവത്തിന്റെ കരം ഈ 8ാം മാസത്തിൽ നമ്മെ അനുഗ്രഹിക്കാൻ ഓരോ വീടുകളിലും അവന്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരും. വളരെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. നമ്മുടെ കർത്താവിന്റെ പേര് തന്നെ അത്ഭുതങ്ങളുടെ മന്ത്രി എന്നാണ്. സ്തോത്രം. ഈ മീറ്റിംഗിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്ന എത്ര ദൈവമക്കളുണ്ടെന്ന്. കർത്താവിന്റെ പേര് തന്നെ അത്ഭുതങ്ങളുടെ മന്ത്രി എന്നാണ്. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബൈബിളുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ബൈബിൾ തുറന്നു രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് നാം ഒരു സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നത്. പരിശുദ്ധാത്മാവിന് നമ്മോട് അറിയിക്കാനുള്ള ഒരു സന്ദേശം. 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. നമുക്ക് ആ ഭാഗത്തേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അമ്മായിയമ്മയുടെ അടുക്കൽ വെറുകൈയായി പോകരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഈ 6 ഇടങ്ങഴി യമവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു. അതിന് അവൾ, എന്റെ മകളെ, ഈ കാര്യം എന്താകുന്നു എന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. നമ്മൾ വായിച്ചു കേട്ട വാക്യം 2 വാക്യങ്ങളാണ് വായിച്ചത്. 17-18 വാക്യങ്ങൾ. ഒരമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ കേട്ടത്. മരുമകൾ, അതായത് രൂത്ത്, അമ്മായിയമ്മയായ നവോമിയോട് പറയുകയാണ്, അമ്മായിയമ്മയുടെ അടുക്കൽ വെറും കൈയായി പോകരുതെന്ന് പറഞ്ഞ് അവൻ ഈ 6 ഇടങ്ങഴി യവവും കൂടി തന്നു എന്ന് രൂത്ത് തന്റെ അമ്മായിയമ്മയായ നവോമിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അമ്മായിയമ്മയായ നവോമി മരുമകളായ രൂത്തിന് കൊടുക്കുന്ന മറുപടി, അതിന് അവൾ, എന്റെ മകളെ, ഈ കാര്യം എന്താകും എന്നറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല. എന്നോട് പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിലെ ഒരു ദൂത് കൈമാറാൻ നിർബന്ധിക്കുന്നു. ചില കാര്യങ്ങൾ എന്താകുമെന്നറിയാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. തലമുറയുടെ വിഷയമാകാം, ഭൗതികമാകാം, എക്സെട്ര. എന്താകും അതിൻ്റെ അവസാനം? എന്താകും അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ എന്ന് അറിയാൻ വളരെ കാലങ്ങളായി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. അവരോട് ദൈവാത്മാവ് പറയുന്നു, അതെന്താകുമെന്നറിയുന്നിടം വരെ നീ അനങ്ങാതിരിക്കണം. നീ അനങ്ങാതിരുന്നാൽ അടുത്ത വർഷമെന്നല്ല, 10-ാം മാസമെന്നല്ല, ഇന്ന് ആ കാര്യത്തിനകത്ത് തീർപ്പ് കൽപ്പിക്കാതെ എൻ്റെ ദൈവം സ്വസ്ഥമായിരിക്കത്തില്ല. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന സൂമിൻഡോസിനോടല്ല, നിങ്ങളോട് തന്നെ ആത്മാവ് പറയുന്നു, എന്താകുമെന്നറിയാൻ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിനകത്ത് ഇന്ന് പകലിൽ ഒരു തീർപ്പ് കൽപ്പിക്കാതെ എൻ്റെ ദൈവം സ്വസ്ഥമായിരിക്കത്തില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തി ദൈവത്തിന് മഹത്വം കരേറ്റാൻ മടിക്കരുത്. കാരണം അവൻ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പദം കൊടുത്തിരിക്കുന്നത്, ഇന്ന് ഈ കാര്യം തീർക്കുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. തീർപ്പ് എന്നുള്ള ഒരു മലയാള പദമാണ്. തീർപ്പ് എന്നുള്ളൊരു മലയാള പദം.
സാധാരണ ഈ പദം ഉപയോഗിക്കുന്നത് ഒരു കോടതി ഭാഷയിലുള്ള ഒരു പദമാണ്, തീർപ്പ് എന്നുള്ള പദം. ജില്ലാ കോടതി ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ അതിനെ ഹൈക്കോടതിക്ക് സ്റ്റേ ചെയ്യാം. ഹൈക്കോടതി ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയായ സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയുടെ ആ തീർപ്പിനെ സ്റ്റേ ചെയ്യാം. എന്നാൽ സുപ്രീം കോടതി ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇന്ത്യൻ പ്രസിഡന്റിന് ആ വിധിയെ സ്റ്റേ ചെയ്യാം. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, ഭൂമിക്ക് വൃത്തം വരച്ച, കടൽ തിരമാലകളെ വസ്ത്രത്തിൽ കെട്ടുന്ന, മേഘങ്ങളെ തേരാക്കുന്ന, നാം ആരാധിക്കുന്ന സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം നിന്റെ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചാൽ അതിനെ സ്റ്റേ ചെയ്യാൻ ഇവിടുത്തെ ഒരു മന്ത്രവാദിക്കും കഴിയത്തില്ല, ഒരാഭിചാരക ശക്തിക്കും കഴിയത്തില്ലെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ആത്മാവിൽ വിളിച്ചു പറ, ഒരുത്തനും സ്റ്റേ ചെയ്യാൻ കഴിയാത്ത, ഒരാൾക്കും തടയാൻ കഴിയാത്ത, ഒരാൾക്കും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു തീർപ്പ് നിന്റെ തലമുറയുടെ വിഷയത്തിൽ, നിന്റെ ശാരീരിക വിഷയത്തിൽ, നിന്റെ മിനിസ്ട്രിയുടെ വിഷയത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കൽപ്പിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞുകൊള്ളുക. അസാധാരണകരമായ തീർപ്പിന്റെ ദിവസങ്ങളാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന സമയങ്ങളെന്ന് ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. നോക്കുക, വേഗം നമുക്ക് ആ ചിന്തകളിലേക്ക് വരാം. വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 66 പുസ്തകങ്ങളിൽ 2 സീറ്റ് സഹോദരിമാർക്കാണ് ദൈവം കൊടുത്തത്. ചില ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുകയില്ല. കാര്യം 66-ൽ 2 സീറ്റേ കൊടുത്തുള്ളൂ ദൈവം സഹോദരിമാർക്ക്. ഇന്നിപ്പോ ഈക്വാലിറ്റിയുടെ കാലമല്ലേ? സ്തോത്രം. ഈക്വാലിറ്റിക്ക് വേണ്ടി മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന കാലത്ത് 66-ൽ 2 സീറ്റാണ് ദൈവം കൊടുത്തത്. 2 തന്നെ കൊടുത്തിട്ട് സഹിക്കാൻ വയ്യ. സ്തോത്രം. 3 സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, അത് സഹോദരിമാരായിട്ട് നഷ്ടപ്പെടുത്തിയതാണ്. അതിന്റെ കാരണം ഞാൻ പിന്നാലെ അവസരം കിട്ടിയാൽ പറയാം. സ്തോത്രം. അതിൽ 2 സീറ്റ് കിട്ടിയത്, ഒരു സീറ്റ് എസ്തേറിനും 1 സീറ്റ് രൂത്തിനുമാണ് കിട്ടിയത്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയം, സഹോദരിമാരിൽ എസ്തേറും രൂത്തുമാണ് ഈ 66-ൽ 2 സീറ്റ് കരസ്ഥമാക്കിയതെങ്കിലും ഈ 2 പുസ്തകത്തിലെ വിഷയം ഒന്നാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിലെ വിഷയം യഹൂദന്റെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ് വിഷയം. ഹാമാന്റെ മരണക്കെണിയിൽ നിന്ന് യഹൂദ ജനത്തിന്റെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ് എസ്തേറിന്റെ പുസ്തകത്തിലെ വിഷയം. എന്നാൽ രൂത്തിന്റെ പുസ്തകത്തിലെ വിഷയം ജാതികളുടെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. സ്തോത്രം. ഒന്ന് യഹൂദന്റെ വീണ്ടെടുപ്പാണെങ്കിൽ ഒന്ന് ജാതികളുടെ വീണ്ടെടുപ്പാണ്. അപ്പോൾ 2 പുസ്തകങ്ങളിലെയും വിഷയം കോമൺ ആണ്. എന്താണ് വിഷയം? വീണ്ടെടുപ്പ് എന്നുള്ളതാണ് വിഷയം. സ്തോത്രം. ഞാനൊരു സുവിശേഷകനായതുകൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്തോത്രം. ലോക ചരിത്രത്തിൽ ഇന്നുവരെ പകരം വെക്കാൻ കഴിയാത്ത ഒരു വീണ്ടെടുപ്പ് തലയോട്ടിയുടെ ആകൃതിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഗോൽഗോഥയുടെ നെറുകയിലാണ് നടന്നത്. സ്തോത്രം. കാൽവറിയിലാണ് ഇന്നുവരെ പകരം വെക്കാൻ പറ്റാത്ത ഒരു വീണ്ടെടുപ്പ് നടന്നത്. 4000 വർഷമായി നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ പിതാവായ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ പുത്രൻ ഒരു വീണ്ടെടുപ്പിന്റെ പ്രക്രിയ നടത്തി. സ്തോത്രം. എങ്ങനെയാണ് ആ വീണ്ടെടുപ്പ് നടത്തിയത്? തൻ്റെ രക്തത്താലാണ് നടത്തിയത്. സ്തോത്രം. അതൊരു ചെറിയ കാര്യമല്ല. സ്തോത്രം. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കറിയപ്പെടുന്ന ആളുകൾക്കാണെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി അല്പം രക്തം വേണ്ടി വന്നു. അപ്പൊ നമ്മുടെ അയൽവക്കംകാരൻ അല്പം രക്തം കൊടുത്തു, ഒരു കുപ്പി രക്തം കൊടുത്തു. നമുക്ക് ഹോസ്പിറ്റലിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാളെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹം ഉണ്ടാകും. കാരണം അയാളാണ് നമുക്ക് രക്തം നൽകിയത്. അതുകൊണ്ടാണ് നമ്മൾ ബലത്തോടൊക്കെ നടക്കുന്നത്. പുള്ളിയെ കാണുമ്പോൾ ഒരു സ്നേഹമൊക്കെ വരും. വേണമെങ്കിൽ പുള്ളിയെ വിളിച്ചൊരു ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കാം, കാരണം രക്തം തന്നല്ലേ. സ്തോത്രം. പക്ഷെ ഇതേ വ്യക്തിയോട് അയാളുടെ ശരീരത്തിലെ രക്തം മുഴുവൻ ഊറ്റിത്തരാമെന്ന് ചോദിച്ചാൽ പിന്നെ അവനെ ആ പഞ്ചായത്തിൽ പോലും കാണുകയില്ല. കാരണം സകല മനുഷ്യരും
അവരവരുടെ നിലനിൽപ്പിനുള്ള രക്തം ബാക്കി വെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു 33.5 വയസ്സുകാരൻ കാൽവറിയുടെ കുലക്കളത്തിൽ തന്റെ നിലനിൽപ്പിനുള്ള രക്തം പോലും ബാക്കി വെക്കാതെ മുഴുവൻ രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നൊരു വീണ്ടെടുപ്പ് നടത്തി. ആ രക്തത്തിന്റെ വിലയാണ് ഇന്ന് രാവിലെ ഈ സൂം മീറ്റിംഗിൽ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. സ്തോത്രം. ഒരു പ്രോസ്പിരിറ്റി ആയിട്ടുള്ള അനുഗ്രഹങ്ങളും അവൻ തന്നില്ലെങ്കിലും ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഈ ഒറ്റ കാര്യം മതി. മുഴുവൻ രക്തവും അവൻ നിനക്ക് വേണ്ടി നൽകിയതാണ്. സ്തോത്രം. ഒരു ചിന്തയിലേക്ക് പെട്ടെന്ന് വരട്ടെ. സ്തോത്രം. അപ്പോൾ അതാണ് പകരം വെക്കാൻ കഴിയാത്ത ഒരു വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ വീണ്ടെടുപ്പിനെ നമുക്ക് പല നിലകളിൽ വ്യാഖ്യാനിക്കാം. സ്തോത്രം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വീണ്ടെടുപ്പിന് ഭൗതികമായ പല വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു. അതിൽ ഒരു ദ്രഹ്മ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു. പക്ഷെ അവൾ അടങ്ങിയിരുന്നില്ല. അവൾ ആ ദ്രഹ്മയെ വീണ്ടെടുക്കാൻ അല്പം വില കൊടുത്തു. അപ്പൊ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അതിന്റെ പുറകിൽ വില കൊടുത്തേ മതിയാവും. സ്തോത്രം. അവൾ എന്താ വില കൊടുത്തത്? അവൾ വീട് മുഴുവൻ അടിച്ചു വാരുവാൻ അവളൊരു തീരുമാനമെടുത്തു. അവൾ വീടിനകത്ത് വിളക്ക് കത്തിച്ചു. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എവിടെയാണോ വീണത് അവിടെ വേണം വിളക്ക് കത്തിക്കാൻ. സ്തോത്രം. കോഴഞ്ചേരി പോയിട്ട് തിരുവല്ലായി കൊണ്ട് വിളക്ക് കത്തിച്ചിട്ട് കാര്യമില്ല. വീണയിടത്ത് വേണം വിളക്ക് കത്തിക്കാൻ. ചില ആളുകൾ താമസിക്കുന്ന കോഴഞ്ചേരിയിലാണെങ്കിലും അവർ കോട്ടയത്ത് ചർച്ചിലേ പോകത്തുള്ളൂ. കാര്യം വിളക്ക് കത്തിക്കാൻ പോകുന്നത് കോട്ടയത്താണ്. സ്തോത്രം. അത് ഒളിച്ചും പാത്തും ഒക്കെ ആയി പോകുന്നത്. കോഴഞ്ചേരി കത്തിച്ച് ആരെങ്കിലും പറഞ്ഞാലോ ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് സ്തോത്രം. എവിടെയാണോ വീണത് അവിടെ വിളക്ക് കത്തിച്ചിട്ടേ കാര്യമില്ല. നമുക്ക് മനസ്സിലായി വീട്ടിലാ ഇത് പോയത്. ആ വീട്ടിലാ പോയതെങ്കിൽ വീട്ടിൽ തന്നെ വിളക്ക് കത്തിക്കണം. സ്തോത്രം. അവൾ വീടിനകത്ത് വിളക്ക് കത്തിച്ചു. വീട് മൊത്തം അടിച്ചു വാരി ഒരു ശുദ്ധീകരണ പ്രക്രിയ അവൾ നടത്തി. ചില വീണ്ടെടുപ്പുകൾക്ക് ശുദ്ധീകരണം അനിവാര്യമാണ്. നീ ശുദ്ധീകരണത്തിന് വേണ്ടി അടുത്ത് ചെല്ലുമ്പോഴേ ചിലതിനകത്ത് വീണ്ടെടുപ്പ് നടക്കുള്ളൂ. ചിലതിനകത്ത് ആത്മാവിന്റെ വിളക്ക് കത്തിയാൽ മതി. സ്തോത്രം. ഇവിടെ വിളക്കും കത്തിച്ചു, അവൾ ശുദ്ധീകരണവും നടത്തി. ഇത് രണ്ടും കണക്റ്റഡാണ്. ആത്മാവും ശുദ്ധീകരണവും തമ്മിൽ കണക്റ്റഡാണ്. സ്തോത്രം. ഫൈനലി അവൾ നഷ്ടപ്പെട്ട ദ്രഹ്മയെ തിരിച്ചു പിടിച്ചു, വീണ്ടെടുത്തു. അവൾക്ക് വേണമെങ്കിൽ ഒന്നേ പോയുള്ളല്ലോ, പോട്ടെ, ബാക്കി ഭൂരിപക്ഷം ഉണ്ടല്ലോ എന്ന് പറയാമായിരുന്നു. സ്തോത്രം. പക്ഷെ അവൾ പറഞ്ഞില്ല. പല ആളുകളും പറയുന്നത് യഹൂദ പശ്ചാത്തലത്തിൽ വിവാഹം കഴിക്കാൻ വേണ്ടി തുടങ്ങുന്ന പുരുഷൻ കൊടുത്തിട്ട് പോയ ദ്രഹ്മയാണെന്നൊക്കെയാ പറയുന്നത്. അതൊക്കെ ഒരു തെളിവൊന്നും നമുക്കില്ല. പിന്നെ ചരിത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്തോത്രം. എന്തായാലും അവൾ ആ ദ്രഹ്മ തിരിച്ചു കിട്ടിയപ്പോൾ ഒരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തു. സാധാരണ ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെയാണ് ബർത്ത്ഡേ. നാട്ടുകാരെയൊക്കെ ഇപ്പോൾ ക്ഷണിച്ചു. പലരും ചോദിച്ചു കാണും, എന്താ നിന്റെ സെലിബ്രേഷന്റെ കാര്യം? ബർത്ത്ഡേ ആണോ? എന്താ വിഷയം? അവൾ പറഞ്ഞൊന്നുമല്ല, ഇന്നലകളിൽ ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി. നാട്ടുകാരും അറിഞ്ഞില്ല. പല ആളുകളുടെ ഇരിപ്പ് കണ്ടാല് പെർഫെക്റ്റ് ആണെന്ന് തോന്നും. നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. പലതും നഷ്ടപ്പെട്ട് കിടക്കുക. സ്തോത്രം. പണ്ടത്തെ ആ പ്രാർത്ഥനാ ജീവിതമൊന്നും ഇല്ല. സ്തോത്രം. പണ്ടത്തെ കൃപാവരമൊന്നുമില്ല. പേരില്ല ഓടുന്ന മൊത്തം നഷ്ടപ്പെട്ട് കിടക്കുക. സ്തോത്രം. പക്ഷേ അവള് അത് തിരിച്ചു പിടിച്ചു. അവിടെയാണ് അവളുടെ മിടുക്ക്. അവൾ തിരിച്ചു പിടിച്ചു നഷ്ടപ്പെട്ടതിനെ. ഇപ്പൊ സെലിബ്രേഷൻ നടത്തുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് ഇവിടെ പോയായിരുന്നെന്നുള്ളത്. സ്തോത്രം. അവള് പറഞ്ഞു, ദ്രഹ്മ നഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ തിരിച്ചു കിട്ടി. പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, സ്തോത്രം, ഈ ദ്രഹ്മ തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് അതൊരു ചെറിയ വിഷയമാണ്. പക്ഷെ അവളെ സംബന്ധിച്ചത് വലിയ വിഷയമാണ്. കാരണം അവളുടെ മണവാളൻ അവൾക്ക് കൊടുത്തിട്ട് പോയ ദ്രഹ്മ അവൻ വീടുണ്ടാക്കിയിട്ട് മടങ്ങി വരുമ്പോൾ ആ ദ്രഹ്മ മുഴുവനായി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവളുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യപ്പെടും. ഈ ചെറിയ സമയത്ത് കൊടുത്ത ഒരെണ്ണം പോലും അത് മുഴുവനും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതവിടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അവൾ ഇത്രയും വിളക്ക് കത്തിച്ചതും അടിച്ചു വാരിയതും അത് ഇത്രയും വില കൊടുത്തതിൻ്റെയൊക്കെ കാരണം എന്താന്ന് ചോദിച്ചാൽ അവരുടെ ഭാവി ചിലപ്പം മുടങ്ങാൻ സാധ്യതയുണ്ട്. അവരുടെ ഭാവി ചോദ്യചിഹ്നമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ അവൾ സെലിബ്രേഷൻ നടത്തുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നഷ്ടപ്പെട്ടെന്ന് കുറച്ച് മുമ്പ് വരെ താൻ കരുതിയ തന്റെ ഭാവി തനിക്ക് മടക്കി കിട്ടിയതിന്റെ ആഘോഷമാണിത്. ദൈവാത്മാവ് ചിലരോട് പറയുന്നു,
ഈ പ്രാർത്ഥന ചിലരുടെ ഭാവിയെ ദൈവം മടക്കി തരാൻ പോകുകയാണ്. സ്തോത്രം. ഇന്നലെ വരെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ചിലരുടെ ഭാവി, നഷ്ടപ്പെട്ടെന്ന് കരുതിയ ചിലരുടെ ഫ്യൂച്ചറിനെ ദൈവാത്മാവ് വീണ്ടെടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഈ ദൂത് നിങ്ങളോടാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം ആമേൻ പറയാവൂ. സ്തോത്രം. നിന്റെ തലമുറയുടെ ഭാവി നഷ്ടപ്പെട്ടെന്ന് ആര് പറഞ്ഞു? നിന്റെ ശുശ്രൂഷയുടെ ഭാവി നഷ്ടപ്പെട്ടെന്ന് ആര് പറഞ്ഞു? ദൈവാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടെന്നു നീ ചിന്തിച്ച ഭാവിയെ മണിക്കൂറുകൾ കൊണ്ട് നീ വില കൊടുക്കാൻ, അടിച്ചു വാരാൻ, വിളക്ക് കത്തിക്കാൻ നീ തയ്യാറായാൽ ചില ഭാവിയെ ദൈവം മടക്കി നിന്റെ ഉള്ളംകരങ്ങളിൽ വെച്ചു തരുന്ന ഒരു അസാധാരണ വീണ്ടെടുപ്പ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. മടങ്ങി വരട്ടെ, നമുക്ക് ഈ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. 4 അധ്യായമുള്ള മനോഹരമായ ഒരു പുസ്തകം. സ്തോത്രം. എനിക്ക് വളരെ സന്തോഷം തോന്നി. പുസ്തകം സഹോദരിമാരെ പോലെ, സാധാരണ ഒരു ഓർഡിനറി സഹോദരിമാരെ പോലെ അല്ല, പിന്നെ തനിക്ക് പറയാനുള്ളതെല്ലാം കൂടെ ചേർത്ത് 4 അധ്യായത്തിൽ ഒതുക്കിയ ഒരു പുസ്തകമാണ് ഈ രൂത്തിന്റെ പുസ്തകം. സാധാരണ പല സഹോദരിമാർക്കും സംസാരിക്കാൻ മൈക്ക് കൊടുത്ത തീരുകയില്ല. പക്ഷെ ഇത് നമ്മൾ വായിക്കുമ്പോൾ 4 അധ്യായമേ ഉള്ളെങ്കിലും ഞാൻ ഇതിന്റെ പുറകിൽ ഒന്ന് സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 12 വർഷത്തെ ചരിത്രമാണ് 4 അധ്യായത്തിന്റെ പ്രമേയം. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സ്തോത്രം. 12 വർഷത്തെ ചരിത്രമാണ് രൂത്തിന്റെ പുസ്തകത്തിലെ 4 അധ്യായം. സ്തോത്രം. അപ്പോൾ ഈ 12 വർഷത്തെ ചരിത്രം എന്ന് പറയുമ്പം ഇത് സ്തോത്രം, ഈ 12 വർഷത്തെ ചരിത്രം നടന്നതിനൊരു പശ്ചാത്തലമുണ്ടോ? ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചു തുടങ്ങുന്നത് തന്നെ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തെന്ന്. അപ്പൊ ഈ 12 വർഷത്തെ ചരിത്രം നടന്ന കാലം അവിടെ വ്യക്തമാകുന്നുണ്ട്. ഏത് കാലമാ? ന്യായാധിപന്മാരുടെ കാലമാണ്. സ്തോത്രം. ഏതാ ഈ ന്യായാധിപന്മാരുടെ കാലം എന്ന് പറയുന്നത്? യോശുവയുടെ മരണം മുതൽ ഇസ്രായേലിന്റെ പ്രഥമ രാജാവായി ശൗൽ അവരോധിക്കപ്പെടുന്നിടം വരെയുള്ള കാലമാണ് ന്യായാധിപന്മാരുടെ കാലം. അപ്പം യോശുവ മരിക്കുന്നു, ശൗൽ ഇസ്രായേലിന്റെ പ്രഥമ രാജാവായി വരുന്നിടം വരെയുള്ള കാലമാണ് ന്യായാധിപന്മാരുടെ കാലം. അത് 350 വർഷമാണ്. അപ്പൊ ന്യായാധിപന്മാരുടെ കാലം എന്ന് പറയുന്നത് 350 വർഷമാണ്. അപ്പൊ ഈ 350 വർഷം ഭരിച്ച ന്യായാധിപന്മാർ, എത്ര ന്യായാധിപന്മാർ ഭരിച്ചു? സ്തോത്രം. ഒത്നിയേൽ തുടങ്ങി ശിംശോൻ വരെ 12 ന്യായാധിപന്മാർ പ്ലസ് ദെബോര ഉൾപ്പെടെ 13 പേരാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. കൂടാതെ ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏലിയെയും ശമൂവേലിനെയും കാണാം. അപ്പോൾ 15 പേരായി. കൂടാതെ ശമൂവേലിന്റെ 2 പുത്രന്മാരും ന്യായാധിപന്മാരായിരുന്നു. അപ്പോൾ 17 പേരായി. സ്തോത്രം. അപ്പോൾ ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മൊത്തം 17 പേരുടെ കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം. 350 വർഷം ന്യായാധിപന്മാരായി ഭരിച്ചത് ഈ 17 പേരെ. പക്ഷേ അവിടുന്ന് ഒരു ദൂത് കർത്താവിനെ ചിന്തിപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അന്ത്യോക്യയിൽ വെച്ച് പൗലോസ് നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. പൗലോസ് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. സ്തോത്രം. ആ പ്രഭാഷണത്തിൽ ഈ ന്യായാധിപന്മാരുടെ ചരിത്രത്തെ കുറിച്ച് പൗലോസ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ന്യായാധിപന്മാരുടെ ചരിത്രം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നു, ന്യായാധിപന്മാരുടെ കാലം ശമൂവേൽ വരെ ആയിരുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. 13-ാം അധ്യായം 20-ാം വാക്യത്തിലാണ്. അപ്പോസ്തലപ്രവൃത്തി 13:20 അത് പറയുന്നത്. ന്യായാധിപന്മാരുടെ കാലം ശമൂവേൽ വരെ ആയിരുന്നു എന്ന് പൗലോസ് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഒരു സംശയം വരും. ന്യായാധിപന്മാർ ശമൂവേൽ വരെ അല്ല. ന്യായാധിപന്മാരുടെ കാലം ശമൂവേലിന്റെ 2 മക്കളുടെ കാലത്തോടുകൂടെയാണ് തീരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശമൂവേൽ വരെ വരുമ്പോൾ 15 ന്യായാധിപന്മാരെ വരുന്നുള്ളൂ. എന്നാൽ ശമൂവേലിന്റെ മക്കളെ കൊണ്ടാണ് ന്യായാധിപന്മാരുടെ കാലം തീരുന്നത്. അപ്പോൾ 17 ന്യായാധിപന്മാർ വരും. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അത് രേഖപ്പെടുന്നുണ്ട്. 1 ശമൂവേൽ 8:2. വേദവസം പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് റെഫറൻസ് പറഞ്ഞു പോകുന്നത്. അല്ലെ ഞാൻ പടപടെ അങ്ങ് പോയേന്. സ്തോത്രം. അവിടെ അവന്റെ ആദിജാതന് യോവേൽ എന്നും രണ്ടാമൻ അബിയാവ് എന്നും പേർ. അവർ ബേർഷേബയിൽ ന്യായപാലനം ചെയ്തെന്ന് പറഞ്ഞാണ് അവിടെ അവസാനിക്കുന്നത്. അപ്പം ടോട്ടലി എത്ര പേര് ന്യായാധിപന്മാരായി?
17 പേരായി. പക്ഷേ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയുകയാണ്, ന്യായാധിപന്മാർ എത്രയേ ഉള്ളൂ? 15 ഉള്ളത് എന്ന് പറഞ്ഞാൽ ശമൂവേലിന്റെ കാലം കൊണ്ട് തീർന്നു. അതെന്താന്ന് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരു ദിവസമേ ഒരാൾ ഇരുന്നുള്ളെങ്കിലും ചരിത്രത്തിൽ അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശമൂവേലിന്റെ മക്കൾ രണ്ടുപേരും ന്യായാധിപന്മാരായിരുന്നു. കുറച്ചു കാലമേ ഭരിച്ചുള്ളൂ എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർ ന്യായാധിപന്മാർ തന്നെയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തിയിലൂടെ ഇടപെടുകയാണ്. പൗലോസിനോട് ഇടപെടുമ്പോൾ പറഞ്ഞു, ആത്മാവിന്റെ ഇത് ശമൂവേലിന്റെ മക്കളെ ആത്മാവ് മുറിച്ചു കളഞ്ഞു, ശമൂവേല് കൊണ്ട് തീർത്തു. അപ്പൊ എന്താ എന്ന് ഇതിന്റെ മർമ്മം എന്താണെന്നറിയാൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് ഒന്നാമത്തെ രാജാവിനോട് ദൈവം ചെയ്തേ. ആരാ? ശൗല്. സ്തോത്രം. അദ്ദേഹം 40 വർഷം രാജ്യം ഭരിച്ചെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് അദ്ദേഹം 2 വർഷമേ ഭരിച്ചുള്ളൂ. അതെന്താ കാര്യം? ഒഫീഷ്യലി ഔദ്യോഗികമായി അദ്ദേഹം രാജസ്ഥാനത്തിരുന്നത് 40 വർഷം തന്നെയാണ്. പക്ഷെ കൃപയിലിരുന്ന് ഭരിച്ചത് 2 വർഷമാണ്. സ്തോത്രം. നീ കുക്കുസാഹിബിന്റെ കാലം മുതൽ പെന്തക്കോസിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്തോത്രം. ഞാൻ ഗേബ്രാമിന്റെ കാലത്ത് ഇറങ്ങിയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പാസ്റ്ററായിട്ട് 20 വർഷമായെന്നോ ഇത്ര എക്സ്പീരിയൻസ്, ഇതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ ചെലവാകത്തില്ല. സ്തോത്രം. പോസ്റ്ററിൽ അച്ചടിക്കാൻ കൊള്ളാം, പക്ഷേ ദൈവം ഡയറി തുറന്ന് നോക്കുമ്പോൾ പലരുടെയും കാലം 2 മാസമേ കാണുള്ളൂ. 30 വർഷമായ പാസ്റ്ററുടെ അത് കാലം ദൈവം നോക്കുമ്പോൾ 2 മാസം. നീ കൃപയിലിരുന്ന് ശുശ്രൂഷിച്ചിട്ട് 2 മാസം, നീ കൃപയിലിരുന്ന് വിശ്വാസിയായിട്ട് ഇരുന്നിട്ട് 2 വർഷം, ഇതിനപ്പുറം ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുന്നത്, എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. എങ്ങനെയും മരിച്ചോട്ടെ. വണ്ടി ഇടിച്ച് മരിച്ചാലും കുഴപ്പമില്ല, കറണ്ട് അടിച്ച് മരിച്ചാലും കുഴപ്പമില്ല. സ്തോത്രം. ഇതൊന്നും പുതിയ പാസ്റ്റർമാർ കേൾക്കരുത്. കാര്യം കേട്ടാൽ അതൊക്കെ ശാപകരമായ മരണമെന്ന് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം ശപിക്കപ്പെട്ടാ മരിച്ച. കാരണം എല്ലാം നോർമൽ മരണം ആർക്കുമില്ലായിരുന്നു. യോഹന്നാൻ മാത്രം ഉണ്ടായിരുന്നു, ബാക്കി സകലങ്ങളും രക്തസാക്ഷിയായിരുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എങ്ങനെങ്കിലും മരിച്ചോട്ടെ, പക്ഷെ മരിക്കുമ്പോൾ കൃപയിലാണോ എന്നുള്ളതാണ് വിഷയം. സ്തോത്രം. 2, മരണത്തിന് ശേഷം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് വിഷയം, അല്ലാതെ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. സ്തോത്രം. ഒരു ചിന്ത ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ എത്ര വർഷമായി എന്നുള്ളതിന് പ്രസക്തിയില്ല. പകരം നിങ്ങൾ ഇപ്പോഴും കൃപയിലാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. നിങ്ങൾ ഇന്ന് പകലും കൃപയിലാണോ എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. ഇവിടെ ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 350 വർഷത്തെ 17 ന്യായാധിപന്മാരുടെ ഭരണമുള്ള അതേ ന്യായാധിപന്മാരുടെ കാലം. അതിൽ വേദചിന്തകന്മാർ പറയുന്നത് ഗിദയോന്റെ കാലഘട്ടം. സ്തോത്രം. ഗിദയോൻ എന്ന ന്യായാധിപന്റെ കാലഘട്ടം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ അവസാനമാണ് രൂത്തിന്റെ പുസ്തകത്തിന്റെ 12 അധ്യായങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. നമ്മൾ ഈ ഗിദയോനെ കുറിച്ച് പ്ലസ് പോയിന്റ് മാത്രമേ പ്രസംഗിച്ച് കേൾക്കാറുള്ളൂ. പക്ഷെ ഗിദയോൻ നിത്യതയെ കാണുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. കാരണം ഗിദയോനെ കുറിച്ച് പഠിക്കുന്നവർക്കറിയാം, ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിച്ച ആളാണ് ഗിദയോൻ. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ഗിദയോന്റെ ചരിത്രം അവസാനിക്കുന്നത് അദ്ദേഹം വിഗ്രഹാരാധന ചെയ്ത് കൽപ്പനാലംഘനം നടത്തി അതവന്റെ കുടുംബത്തിന് കെണിയും കുടുക്കുമായി എന്ന് പറഞ്ഞാണ് ഗിദയോന്റെ ചരിത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഗിദയോന്റെ അവസാന കാലഘട്ടങ്ങൾ അദ്ദേഹം കൃപയിൽ നിന്ന് വെളിയിൽ പോയ ആളാണ്. സ്തോത്രം. അപ്പോൾ ആ ഗിദയോന്റെ കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടത്തിന്റെ ഒരു 12 വർഷമാണ് രൂത്തിന്റെ പുസ്തകത്തിന്റെ ചരിത്രം എന്നാണ് അത് പൊതുവെ വേദചിന്തകന്മാരുടെ അഭിപ്രായം. ഇനി അത് മാത്രമല്ല, ഈ കാലത്തിന്റെ സ്വഭാവമുണ്ട്. എന്താണ് ന്യായാധിപന്മാരുടെ കാലത്തിന്റെ സ്വഭാവം? ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനത്തെ വാക്യം 21-ാം അധ്യായത്തിന്റെ അത് ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ ന്യായാധിപന്മാരുടെ കാലത്തിന്റെ സ്വഭാവം എഴുതിയിട്ടുണ്ട്. 21-ന്റെ 25 അവിടെ എഴുതിയിരിക്കുന്നത്, ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. സ്തോത്രം. സാധാരണ ബൈബിളിൽ ഒരു വാക്യം 2 പ്രാവശ്യം വന്നാൽ ആ വാക്യത്തിന്റെ പ്രാധാന്യം വളരെയാണ്. പക്ഷെ ഈ വാക്യം ഈ പുസ്തകത്തിൽ 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതേ വാക്യം അവിടെ പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ഇതിന് 18-ന്റെ 1-ഉം 19-ന്റെ 1-ഉം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെയും ഈ വാക്യത്തിന്റെ പകുതി വീതം പറയുന്നുണ്ട്, ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. അപ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വളരെ വേദനയോടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ജനം
അവർക്ക് നല്ല ഒരു നേതൃത്വം ഇല്ലാഞ്ഞത് നിമിത്തം അവർക്ക് ബോധിച്ചതുപോലെ സഞ്ചരിച്ച കാലമാണ് ന്യായാധിപന്മാരുടെ കാലം. അങ്ങനെ ജനം ബോധിച്ചതുപോലെ നടന്ന ഒരു കാലഘട്ടത്തിലെ 12 വർഷത്തെ ചരിത്രമാണ് രൂത്തിന്റെ പുസ്തകം. ഒന്നുകൂടെ ഇറങ്ങി പറയാം. ജനം അവർക്ക് ബോധിച്ചതുപോലെ നടന്ന കാലമായിരുന്നു എന്ന് പറയാൻ പുറത്തുനിന്നൊരു എക്സാമ്പിളിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ രൂത്തിന്റെ പുസ്തകമല്ലേ അതിന്റെ ഏറ്റവും വലിയ തെളിവ്. അതെന്താ? ന്യായപ്രമാണമുള്ള ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബം 10 തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുതെന്ന് ദൈവം ശപിച്ച ഒരു പട്ടണത്തിലേക്ക്, ഒരു ജാതികളിലേക്ക്, ഒരു ദൈവാലോചനയും കൂടാതെ ഒരു കുടുംബം ഇറങ്ങിപ്പോയ ഇറങ്ങിപ്പോക്കെന്ന് പറയുന്നത് ബോധിച്ചതുപോലെ സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സ്തോത്രം. എന്താ ജനം ബോധിച്ചതുപോലെ നടക്കുന്നെന്ന് പറഞ്ഞാൽ സഭായോഗത്തിനകത്തോ സൂം മീറ്റിങ്ങിലോ വന്ന് ചിരിച്ചുകൊണ്ടിരുന്ന് സ്വോത്രം പറയുമ്പോഴല്ല ജനം ബോധിച്ചതുപോലെ. മീറ്റിംഗ് കഴിഞ്ഞ് നീ വെളിയിൽ ഇറങ്ങുമ്പോൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരും നിന്നെ കാണാത്ത സമയത്ത്, നിന്റെ മൊബൈൽ ഫോണിനകത്ത്, നിന്റെ ചുറ്റുപാട് ആരുമില്ലാത്ത സമയത്ത് നീ എങ്ങനെയാ സഞ്ചരിക്കുന്നത്? നീ ബുദ്ധിയിലാണോ സഞ്ചരിക്കുന്നത് അതോ ആത്മാവിലാണോ സഞ്ചരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇരമ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അതരം കൊണ്ട് പലരും എന്നെ ബഹുമാനിക്കുന്നുണ്ട്, ഹൃദയം കൊണ്ട് പലരും വിട്ടുമാറുകയാ. അതരം കൊണ്ട് പ്രകടനം കാണിക്കാൻ ആർക്കും കഴിയും, പക്ഷേ ഹൃദയം കൊണ്ട് ദൈവവുമായൊരു ബന്ധം സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവർ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒബ്സർവേഷൻ ചെയ്യാൻ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ബോധിച്ചതുപോലെ അല്ല നടക്കുന്നത്. അവർ ആത്മാവിനാൽ സഞ്ചരിക്കപ്പെട്ടവരായി നടക്കും. സ്തോത്രം. ഈ തലമുറയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു തലമുറയാണ്. സ്തോത്രം. ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരിലൂടെയാണ് ദൈവത്തിന് ചിലത് ചെയ്യാനുള്ളത്. സ്തോത്രം. അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ സ്വഭാവം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. നമ്മൾ ഈ പുസ്തകത്തിലേക്ക് ഒന്ന് ഇറങ്ങുകയാണ്. സ്തോത്രം. ഈ രൂത്തിന്റെ പുസ്തകം, സ്തോത്രം, 4 അധ്യായം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ 4 ഘട്ടങ്ങളാണ്. സ്തോത്രം. ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ 4 ഘട്ടങ്ങൾ, അല്ലെങ്കിൽ രൂത്തിന്റെ ജീവിതത്തിന്റെ 4 ഘട്ടങ്ങൾ. 1-ാമത്തെ അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ രൂത്തിനെ നമ്മൾ കാണുന്നത് മോവാബിലാണ്. സ്തോത്രം. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പരിശോധിച്ചാൽ രൂത്തിനെ നമ്മൾ കാണുന്നത് വയലിനകത്താണ്. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പരിശോധിച്ചാൽ രൂത്തിനെ നമ്മൾ കാണുന്നത് കളപ്പുരയ്ക്കകത്താണ്. 4-ാം അധ്യായത്തിൽ രൂത്തിനെ നമ്മൾ കാണുന്നത് ബോബസിന്റെ വീടിനകത്താണ്. നോക്കിക്കേ, 4 തലങ്ങൾ. 1-ാം അധ്യായത്തിൽ അവൾ മോവാബിലെങ്കിൽ 2-ാം അധ്യായത്തിൽ അവൾ വയലിലാണ്. 2-ാം അധ്യായത്തിൽ അവൾ വയലിലാണെങ്കിൽ 3-ാം അധ്യായത്തിൽ അവൾ കളപ്പുരയിലാണ്. 3-ാം അധ്യായത്തിൽ കളപ്പുരയിലാണെങ്കിൽ 4-ാം അധ്യായത്തിൽ അവൾ ബോബസിന്റെ വീടിനകത്താണ്. എനിക്കത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായി. കാരണം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ എന്നും 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 നിന്റെ അവസ്ഥ ഒരുപോലെ ഇടുന്ന ദൈവമല്ല. പിന്നെ ഓരോ അധ്യായങ്ങൾ കഴിയും തോറും നിന്റെ ചരിത്രം മാറിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഇന്നലത്തെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന അവസ്ഥയിലായിരിക്കത്തില്ല ഇന്നത്തെ അവസ്ഥയിലായിരിക്കത്തില്ല നാളെ. നിന്റെ നഗ്ന നേത്രം കൊണ്ട് നീ കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ അവസ്ഥയെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കും. സ്തോത്രം. നോക്കിക്കേ, 1-ാം അധ്യായത്തിൽ മോവാബിനാണെങ്കിൽ 2-ാം അധ്യായത്തിൽ ദൈവം അവളെ വയലിൽ കൊണ്ടുവന്നു. വയലിൽ നിന്ന് ദൈവം അവളെ കളപ്പുരയിൽ കൊണ്ടുവന്നു. കളപ്പുരയിൽ നിന്ന് അവളെ ദൈവം ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ ബോബസിന്റെ വീടിനകത്ത് കൊണ്ടുവന്നെങ്കിൽ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, അതെ, ഒരു മാറ്റവും ഇല്ലല്ലോ എൻ്റെ അവസ്ഥയ്ക്കെന്ന് പിറുപിറുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ കാണുന്നില്ലെന്നേ ഉള്ളൂ കുഞ്ഞെ. ഓരോ പ്രാർത്ഥന കഴിയും തോറും, ഓരോ ദിവസം കഴിയും തോറും ദൈവം നിന്റെ ചരിത്രത്തിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാ. ദൈവം നിന്റെ അവസ്ഥയെ മാറ്റിക്കൊണ്ടിരിക്കുകയാ. ദൈവം നിന്റെ സ്ഥിതിക്ക് വലിയ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാ. അതാണ് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന 1-ാമത്തെ സന്ദേശം. സ്തോത്രം. നമ്മൾ ഈ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഫോർ ഡിസിഷൻ എന്നുള്ള ഒരു പ്രധാന വിഷയമാണ് കാണുന്നത്. 4 തീരുമാനങ്ങൾ. ഞാൻ 1-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങൾക്ക് 4 തീരുമാനങ്ങളെ പരിചയപ്പെടുത്താം. 1-ാമത്തെ വാക്യം നോക്കി, അവിടെ ഒരു തീരുമാനം കാണാം. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ. ആ ഒരാൾ അണ്ടർലൈൻ ചെയ്യണം. ആരാണ് ഈ ഒരാൾ? അദ്ദേഹത്തിന്റെ പേര് എലീമേലെക്ക് എന്നാണ്. സ്തോത്രം. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥന്റെ തീരുമാനം കാണാം. എന്താ തീരുമാനം? ക്ഷാമമായതുകൊണ്ട് കുടുംബത്തെ കൂട്ടി എങ്ങോട്ട് പോകാം? മോവാബിലേക്ക് പോകാം. സ്തോത്രം. കുടുംബത്തിലെ ഗ്രഹനാഥന്റെ തീരുമാനം ആ കുടുംബത്തെ ദുരന്തത്തിലെത്തിച്ചു. സ്തോത്രം. ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട്, നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ കുറഞ്ഞത് ഒരു രാത്രിയെങ്കിലും പ്രാർത്ഥിച്ചിട്ട് എടുക്കാം.
അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. എന്നിട്ടും അതിനകത്ത് ഒരെണ്ണം കുഴപ്പം പിടിച്ചതായി പോയി, യൂദ. സ്തോത്രം. അപ്പം കുറഞ്ഞത് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യാവൂ, ഒരു ഡിസിഷൻ എടുക്കാവൂ. പല ആളുകളുടെയും ഡിസിഷൻ തെറ്റിയതിൽ വേദനിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അന്ന് ആ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നു, ഇന്ന് ഈ ഗതികേട് അനുഭവിക്കണ്ടായിരുന്നു എന്ന് തീരുമാനമെടുക്കുന്ന പലരെ എനിക്കറിയാം. സ്തോത്രം. അന്ന് ആ കോളേജിൽ പഠിക്കണ്ടായിരുന്നു. അപ്പൊ ഇനി നിങ്ങൾ ആ തീരുമാനത്തിൽ ദുഃഖിച്ചിട്ട് പിള്ളേർ രണ്ടായി പോയി, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. ഉടമ്പടിയിൽ ബന്ധിക്കപ്പെട്ടു പോയി, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തീരുമാനങ്ങൾ നിങ്ങളെ ദുരന്തത്തിൽ എത്തിക്കരുത്. സ്തോത്രം. നോക്കിക്കേ, ഒരു ഗ്രഹനാഥൻ എടുത്ത തീരുമാനം ആ കുടുംബത്തിൽ മരണം വിതയ്ക്കപ്പെട്ടു, ദുരന്തത്തിലേക്ക് ആ കുടുംബത്തെ കൊണ്ടുപോയി. പക്ഷെ 6-ാം വാക്യത്തിൽ രണ്ടാമത്തെ തീരുമാനം കാണാം. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്ത ശേഷം അവൾ, കണ്ടോ, അവൾ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. സ്തോത്രം. അവൾ എന്ന് പറഞ്ഞാൽ അവളുടെ പേര് നവോമി എന്നാണ്, വീട്ടിലെ ഗ്രഹനാഥയാണ്. സ്തോത്രം. അവൾ ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തെന്നറിയാമോ? സ്തോത്രം. അത് മോവാബ് ദേശം വിട്ട്, കണ്ടോ, മോവാബ് ദേശം വിട്ട് ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകാം. സ്തോത്രം. മടങ്ങിപ്പോകാമെന്നൊരു തീരുമാനം അവൾ എടുത്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഒറ്റ തീരുമാനമാണ് ആ കുടുംബത്തിൽ ശേഷിപ്പ് കൊണ്ടുവന്നത്. സ്തോത്രം. ചിലരോട് ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, നീ ഇപ്പോഴെങ്കിലും ചില തീരുമാനങ്ങൾ മടങ്ങിപ്പോകാൻ എടുത്താൽ ആ തീരുമാനം നിന്റെ കുടുംബത്തിനകത്ത് ചില ശേഷിപ്പിനെ കൊണ്ടുവരും. സ്തോത്രം. ഇപ്പോഴെങ്കിലും നീ അത് എവിടുന്നാണോ വന്നത് അവിടേക്ക് മടങ്ങിപ്പോകാൻ ഒരു തീരുമാനമെടുത്താൽ നിന്റെ കുടുംബത്തിനകത്ത് ആ തീരുമാനം വലിയ ഒരു ഡിപ്പോസിറ്റ് ആയിരിക്കും. സ്തോത്രം. ഇനി 3-ാമതൊരു തീരുമാനം നമുക്ക് നോക്കാം. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഓർപ്പയുടെ തീരുമാനമാണ്. എന്താ ഓർപ്പയുടെ തീരുമാനം? സ്തോത്രം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. അവൾ അമ്മായിയമ്മയോട് ഗുഡ് ബൈ പറഞ്ഞു. സ്തോത്രം. സത്യമായി ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ പറഞ്ഞില്ലേ, 3 സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു, അത് കളഞ്ഞെന്ന്. നിങ്ങളൊന്ന് ഓർത്തു പോയിക്കേ. രൂത്തിനെ പോലെ തന്നെ ഓർപ്പയും അമ്മായിയമ്മയോട് ചേർന്ന് പറ്റി നിന്നിരുന്നെങ്കിൽ ഇന്ന് ഓർപ്പയുടെ പേരിൽ ഒരു പുസ്തകം കണ്ടേനെ. സ്തോത്രം. നോക്കിക്കേ, ഈ ഓർപ്പ ഗുഡ് ബൈ പറഞ്ഞു പോയത് കൊണ്ട് പിന്നെ വേദപുസ്തകത്തിൽ ഒരിടത്ത് ഓർപ്പ കല്യാണം കഴിച്ചോ പിള്ളേരുണ്ടായോ അവളുടെ ഭാവി എന്താ? ബൈബിൾ അവളെ തള്ളിക്കളഞ്ഞു. പിന്നെ അവളുടെ ചരിത്രം ഒരിടത്തുമില്ല. കണ്ടോ? അന്ന് ഓർപ്പ എടുത്ത ഒരു തീരുമാനം അവളുടെ മുന്നോട്ടുള്ള ഭാവിയെ നഷ്ടപ്പെടുത്തി. സ്തോത്രം. എന്നാൽ 16-ാം വാക്യത്തിൽ ഞാൻ മറ്റൊരു തീരുമാനം കണ്ടു. സ്തോത്രം. എന്താണ് ആ തീരുമാനം? നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. രൂത്തിന്റെ തീരുമാനമാണ്. നിങ്ങളൊരു പദം ശ്രദ്ധിച്ചേ. ഗ്രഹനാഥന്റെ തീരുമാനം കുടുംബത്തെ ദുരന്തത്തിൽ എത്തിച്ചു. ഗ്രഹനാഥയുടെ തീരുമാനം കുടുംബത്തിൽ ശേഷിപ്പുണ്ടാക്കി. ഓർപ്പയുടെ തീരുമാനം അവളുടെ ഭാവി നഷ്ടപ്പെടുത്തിയപ്പോൾ രൂത്ത് അന്നെടുത്ത ആ ഒറ്റ തീരുമാനമാണ് 2025 8-ാം മാസം ഓഗസ്റ്റ് 1-ാം തീയതി രൂത്തിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഇന്ന് എന്നെ പ്രേരിപ്പിച്ച ഘടകം. ഒന്നുകൂടെ ഇറങ്ങി പറയാം. അന്ന് രൂത്ത് എടുത്ത ആ ഒറ്റ തീരുമാനമാണ് യേശുക്രിസ്തുവിന്റെ വല്യമ്മ എന്ന പദവിയിലേക്ക് അവളെ ചരിത്രത്തിൽ ഉയർത്തിയതെങ്കിൽ ഇന്ന് പകൽ ഒരു മീറ്റിംഗിൽ കണ്ട് മെസ്സേജിന് കമന്റും പറഞ്ഞു പോകാനല്ല ദൈവം നിന്നെ മീറ്റിംഗിൽ കൊണ്ടുവന്നത്. പിന്നെ ഈ വചനത്തിന്റെ മുന്നിൽ ചില തീരുമാനത്തോടെ, ചില ഉടമ്പടിയോടുകൂടെ നീ എഴുന്നേൽക്കുന്നെങ്കിൽ നീ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിന്നെ ചരിത്രങ്ങളിലേക്ക് ദൈവം ഉയർത്തുന്ന ഒരു ഉയർച്ചയ്ക്ക് കാരണമാകുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ശക്തമായി ഇടപെടുന്നു. തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ശമൂവേലിന്റെ 1-ാം പുസ്തകം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഹന്നായുടെ ചരിത്രമാണ് നമ്മൾ കണ്ടത്. സ്തോത്രം. ഹന്നായുടെ ചരിത്രം പഠിച്ചാൽ 1-ാം അധ്യായത്തിൽ നിശബ്ദയായിരുന്ന കാലമാണ്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ദൈവം അവളോട് പറഞ്ഞു കാണും, നിന്റെ വാ പൂട്ടിവെക്കേണ്ട കാലമാണ് 1-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ പെനീനെ കളിയാക്കിയപ്പോൾ അവൾ മറുപടി പറയാൻ നിന്നില്ല. അത് ആലയത്തിൽ വന്നപ്പോൾ പുരോഹിതൻ പരിഹസിച്ചപ്പോഴും അവൾ വേണ്ടതുപോലെ മറുപടി പറഞ്ഞില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് മിണ്ടാതിരിക്കാൻ ഒരു കാലം തരും, അപ്പോൾ നീ മിണ്ടാതിരുന്നോണം. സ്തോത്രം. എന്നാൽ മിണ്ടാതിരിക്കാൻ മാത്രമല്ല കാലം തരുന്നത്, പിന്നെ നിനക്ക് വാ തുറക്കാനും ദൈവം ഒരു കാലം തരും. സ്തോത്രം.
2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താ? ഹന്ന പറയുന്നൊരു പദമുണ്ട് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, എന്റെ വായ് ശത്രുക്കൾക്ക് നേരെ ഇപ്പോൾ വിശാലമാകുന്നു. സ്തോത്രം. എന്റെ വായ് ശത്രുക്കൾക്ക് നേരെ വിശാലമാകുന്നെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ വാ തുറക്കും. എന്താ കാര്യം? എനിക്ക് വാ തുറക്കാനുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞു. ദൈവാത്മാവ് പറയുന്നു, ഇപ്പോൾ നീ മിണ്ടാതിരിക്കേണ്ട കാലമാണ്. നിന്നെ പരിഹസിക്കുന്നവരുണ്ടാകും, നിന്നെ പ്രകോപിപ്പിക്കുന്നവർ ചുറ്റുമുണ്ടാകും, നീ മിണ്ടാതിരുന്നു കൊള്ളുക. പക്ഷേ അവർക്ക് നേരെ മറുപടി പറയാൻ ദൈവം നിനക്ക് മറ്റൊരു കാലം തുറക്കും. ചില മറുപടികളെ വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട്, ഇവനായിട്ടല്ലോ ഇന്നലകളിൽ ഞാൻ കരഞ്ഞതെന്ന് ചിലരോട് മറുപടി പറയത്തക്ക രീതിയിൽ നിനക്ക് വേണ്ടി ദൈവം ഒരു കാലം തരും. അതുവരെ മിണ്ടാതെ ഇരിക്കാൻ പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി ഇന്ന് പകൽ ഇടപെടുന്നു. ഇപ്പോൾ നീ മിണ്ടാതിരിക്കാൻ നോക്കി. വീട്ടിൽ സമാധാനമില്ല എന്നാൽ ആലയത്തിൽ പോയി കുറച്ച് സമയം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ആലയത്തിൽ വന്നപ്പോൾ അവിടെയും സമാധാനം. ഇപ്പം മുമ്പ് ദൈവദാസൻ മുഖേന പറഞ്ഞില്ലേ, അടികട കാലമാണ്. അത് വീട്ടിലും സമാധാനമില്ല, ഇപ്പൊ സഭയിൽ ചെന്ന് അവിടെയും സമാധാനം. അത് തന്നെയാണ് ഹന്നാടെ അനുഭവം. വീട്ടിലും സമാധാനമില്ല, ആലയത്തിൽ ചെന്നാൽ അവിടെ റിട്ടയർഡ് ആകേണ്ട സമയം കഴിഞ്ഞിട്ടും റിട്ടയർഡ് ആകാതെ ഒരു ഉപദേശം അവിടെ ഇരിക്കുക. സ്തോത്രം. പ്രായമായ റിട്ടയർഡ് ആകേണ്ടതാണ്, റിട്ടയർഡ് ആകത്തില്ല, പിടിച്ചു തൂങ്ങി കിടന്നോളൂ. സ്തോത്രം. അങ്ങനെ കിടക്കുന്നതിന്റെ എല്ലാ അവസാനം പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കും. അതാണ് ഇതിന്റെ അവസാനം. അതിന് മര്യാദയ്ക്ക് നേരത്തെ കാലത്ത് റിട്ടയർഡ് ആയാൽ നല്ല ഒരു അവസാനമെങ്കിലും കിട്ടും. സ്തോത്രം. നോക്കിയേ, ആ ഹന്നായുടെ കാലഘട്ടം. പക്ഷെ അവൾ ദൈവത്തോട് ഒരു തീരുമാനം പറഞ്ഞു. എവിടെ വെച്ചാ പറഞ്ഞത്? ഷീലോവിൽ വെച്ചൊരു തീരുമാനം പറഞ്ഞു. ആ തീരുമാനം, അവൾക്ക് മക്കളില്ലാത്ത അല്ല അവിടെ വിഷയം. പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, മക്കളില്ല, അവൾക്ക് മക്കളില്ലാത്തതൊരു വിഷയമേ അല്ല. അങ്ങനെ ആണെങ്കിൽ അവൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ? എനിക്കൊരു തലമുറയെ തരണമെന്നാണ് പ്രാർത്ഥിക്കണ്ടേ. പക്ഷെ അവൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനല്ല. നീ എനിക്കൊരു പുരുഷ പ്രജയെ തരണമെന്നാ. അതെന്താ? പെങ്കൊച്ചിനെ കിട്ടിയാൽ എന്താ വല്ല കുഴപ്പമുണ്ട്? എടാ, മക്കളില്ലാത്ത ഒരാൾക്ക് ആങ്കൊച്ചിനെ കിട്ടിയാൽ എന്താ, പെങ്കൊച്ചിനെ കിട്ടിയാൽ എന്താ? അത് മക്കളില്ലാത്ത ഒരാൾക്ക് പെങ്കൊച്ചിനെ കിട്ടിയാലും അത് സ്വർഗം പോലെയാ. പക്ഷെ അവൾ പ്രാർത്ഥിച്ചത് എനിക്ക് കിട്ടുവാണെങ്കിൽ പുരുഷ പ്രജയെ തന്നെ വേണം. അതെന്താ കാര്യം? ഹന്ന പറയുന്നത് എനിക്ക് മക്കളില്ലാത്ത വിഷയമുണ്ട്, അത് സെക്കൻഡറി പ്രയോറിറ്റി. എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ഈ ആലയത്തിനകത്തെ അവസ്ഥ വളരെ മോശമാണ്. ഞങ്ങളുടെ മഹാപുരോഹിതന്റെ കാലം തീരാറായി. പക്ഷെ അയാൾക്ക് ശേഷം വരേണ്ട മക്കൾ രണ്ടും വഴിവിട്ട് നടക്കുകയാണ്. സ്തോത്രം. ദേവാലയം അശ്ലീലമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ ഇനി ദർശനമില്ലാത്ത ഈ കാലഘട്ടത്തിൽ, വചനം ദുർലഭമായ കാലഘട്ടത്തിൽ, മര്യാദ കെട്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വക്താവായി നിൽക്കാൻ ഒരാൾ വേണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവളുടെ വിഷയം ഇപ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരാൾ വേണം. സ്തോത്രം. തന്റെ വിഷയമല്ല ഇപ്പോൾ അവളുടെ വിഷയമായി തീർന്നത്. ദൈവിക വിഷയം അവളുടെ വിഷയമായപ്പോൾ അവൾ ദൈവത്തോടൊരു തീരുമാനം പറഞ്ഞു. എന്താ തീരുമാനം? നീ എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ ഞാൻ അവനെ നിനക്ക് നൽകും. ആ ഒറ്റ തീരുമാനം. സ്തോത്രം. സത്യം പറഞ്ഞാൽ ദൈവം അത് അവിടെ വായിന്ന് കേൾക്കാൻ കൊതിച്ചിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ദൈവം കേൾക്കാൻ കൊതിച്ചിയ തീരുമാനം അവൾ അധരം കൊണ്ട് പറയുകയും, വേദപുസ്തകത്തിൽ ഒരു പദം എഴുതിയിട്ടുണ്ട്, ആ ആണ്ടിൽ യഹോവ അവളെ ഓർത്തു, ആ ആണ്ടിൽ യഹോവ അവളെ കടാക്ഷിച്ചു. എന്താ കാര്യം? നിന്റെ വായിൽ നിന്ന് ചില തീരുമാനങ്ങൾ കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, സംഗതിയൊക്കെ ശരിയാ, നീ നിലവിളിക്കുന്നുണ്ട്, സംഗതിയൊക്കെ ശരിയാ, പക്ഷേ നിന്റെ വായിൽ നിന്ന് ചില ഡിസിഷൻസുകൾ കേൾക്കാൻ, ചില തീരുമാനങ്ങൾ കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ നിന്റെ വായിന്റെ അകത്തുനിന്ന് ആ തീരുമാനങ്ങൾ പുറത്തു വന്നാൽ, ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം എഴുന്നേൽക്കുന്ന വർഷമാണ് ഈ 2025 പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ചിലരോട് ആലോചന പറയുകയാണ്. സ്തോത്രം. ഇനി അത് മാത്രമല്ല, 2-ാം അധ്യായത്തിലോട്ട് നമ്മൾ കയറുക. 2-ാം അധ്യായത്തിൽ ഈ സഹോദരി നിൽക്കുന്നത് വയലിലാണ്. സ്തോത്രം. ഇവൾ നിൽക്കുന്ന സ്ഥലം വയലിലാണ്. സ്തോത്രം. ഈ വയലിൽ പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 3-ാം വാക്യത്തിൽ വയലിൽ നമ്മൾ കാണുന്നത് കൊയ്ത്തുകാരെ കാണുന്നുണ്ട്. സ്തോത്രം. 4-ാമത്തെ വാക്യത്തിലും കൊയ്ത്തുകാരെ കാണുന്നു. 5-ാം വാക്യത്തിൽ ഭൃത്യനെ കാണുന്നു. അത് വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ബാല്യക്കാരത്തുകളെ കാണുന്നു, ബാല്യക്കാരെ കാണുന്നു. അപ്പം ഈ വയലിനകത്ത് ഒത്തിരി കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. കൊയ്ത്തുകാരുണ്ട്, ഭൃത്യനുണ്ട്, ബാല്യക്കാരത്തുകളുണ്ട്, ബാല്യക്കാരുണ്ട്, എക്സെട്ര, ഇങ്ങനെ പലരുമുണ്ട്. സ്തോത്രം. ഈ വയലിലാണ് ഭാഗ്യവശാൽ രൂത്ത് വന്നു പെട്ടത്. രൂത്ത് മാത്രമല്ല, ഈ സൂമിയിരിക്കുന്ന സകല ആളുകളും വന്നു പെട്ടത് ഈ വയലിലാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ
ഇത് ദൈവസഭ എന്ന വയലാണെന്നുള്ളത് സംശയമില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടി തീരെഴുതി കൊടുത്തതല്ല ഈ വയൽ. സ്തോത്രം. ഇന്ന് പലയിടത്തും ഞാൻ കേൾക്കുന്നുണ്ട് ക്നാനായ പെന്തക്കോസ് എന്നും മാർത്തോമ പെന്തക്കോസ് എന്നൊക്കെ. പക്ഷെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ള സന്ദേശം, ഈ വയൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറികൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്ത വയലല്ല ഇത്. പിന്നെ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ദൈവം കാലാകാലങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരുമിച്ച് കൂടി വന്ന് ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന വയലാണ് ബോവസിന്റെ ഈ വയൽ. ഈ വയലിനകത്ത് എല്ലാ തരത്തിലുള്ള ആളുകളെയും രക്ഷിക്കപ്പെട്ടവരായിരിക്കണമെന്നേ ഉള്ളൂ. ഇതിനകത്ത് കർത്താവ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. സ്തോത്രം. ഈ വയലിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ആര്? രൂത്ത് വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ വയലിലേക്ക് ഈ വയലിന്റെ ഉടമസ്ഥൻ വരികയാ. എന്നെ വളരെ സ്വാധീനിച്ച അദ്ദേഹത്തിന്റെ വരവ്. നിങ്ങൾ ആ 4-ാം വാക്യം പരിശോധിച്ചാൽ ബോവസ് വരികയാണ്. സ്തോത്രം. ബോവസിന്റെ വരവിൽ ഒരു പ്രത്യേകതയുണ്ട്. ബോവസ് വയലിലോട്ട് വന്നിട്ട് 11 മണിയായിട്ടും ഇത്രയോ കൊയ്തലോടെ നല്ല ആദ്യം ചോദിച്ചത്. നമ്മളാണെ അതേ ചോദിക്കത്തുള്ളൂ. സ്തോത്രം. ബോവസ് വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്നാണെന്നറിയോ? തന്റെ വയലിൽ പണിയെടുക്കുന്ന, പൊരിവയലത്ത് നിന്ന് പണിയെടുക്കുന്ന പണിക്കാരെ നോക്കി ബോവസ് ഒരു വന്ദനം പറഞ്ഞു. എന്താ വന്ദനം പറഞ്ഞത്? യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഒരാവശ്യവും ഇല്ല പുള്ളിക്ക് ഇത് പറയണ്ടേ. കാരണം ഇവരെല്ലാം പുള്ളിയുടെ കൈക്കീഴ് ജോലി ചെയ്യുന്ന പുള്ളികളാണ്. സ്തോത്രം. ഇത് കേട്ടപ്പം പണിക്കാരെല്ലാം കൂടെ തല ഉയർത്തിയിട്ട് ബോവസിനോട് പറയുകയാണ്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വന്ദനവും പ്രതിവന്ദനവും. ഒരു ദൈവദാസൻ വന്നൊരു വന്ദനം പറയുമ്പം തിരിച്ചൊരു പ്രതിവന്ദനം പറയാൻ പോലും മര്യാദ ഇല്ലാത്ത ആളുകളാണ് കൂടുതൽ. നിങ്ങൾ ഇന്ന് പറഞ്ഞില്ലോ എന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞില്ലെങ്കിൽ നിങ്ങളും മര്യാദ ഇല്ലാത്ത ആളുകളുടെ എടുക്കപ്പെടും. സ്തോത്രം. പക്ഷേ എന്റെ ചിന്ത അതല്ല. ഈ വന്ദനവും പ്രതിവന്ദനം കേട്ടോ, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ പണിക്ക് വരുന്ന ആരോടുണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, സിസ്റ്ററെ, ബ്രദറെ, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ? നമ്മുടെ വീട്ടിൽ തേങ്ങ ഇടാൻ വരുന്ന ഗോപാലനോട്, ഗോപാല, യഹോവ നിന്നോട് കൂടെ ഇരിക്കട്ടെ നമ്മൾ പറയൂ, അവൻ എത്ര തേങ്ങ കൊണ്ടുപോയി നോക്കൂ. സ്തോത്രം. നോക്കിക്കേ, നിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു സഹോദരിയോട് യഹോവ നിന്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറയണമെങ്കിൽ 4-5 ദിവസമായി പഴങ്കഞ്ഞി അവൾക്ക് കഴിക്കാൻ കൊടുത്തെങ്കിൽ അവളോട് പറയാൻ പറ്റില്ല. അവളെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്താലേ അവളോട് പറയാൻ പറ്റുള്ളൂ, യഹോവ നിന്നോട് കൂടെ ഇരിക്കട്ടെ. സ്തോത്രം. തന്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ വരുന്ന ആളുകളോട്, ബ്രദറെ, യഹോവ നിന്നോട് കൂടെ ഇരിക്കട്ടെ. നമ്മൾ ഇതൊന്നും പറയുകയല്ല. നമ്മൾ കിട്ടുമെങ്കിൽ വേദവസവും കൂടെ കവറിനകത്ത് പോയിക്കൊണ്ട് ചർച്ചിൽ പോകും. സ്തോത്രം. ഓക്കെ. പക്ഷെ ഇത് കേട്ടിട്ട് തിരിച്ച് ഞാൻ ബോവസിനോട് ചോദിച്ചു, ബോവസേ, എന്തിനാ ഇങ്ങനൊരു വന്ദനം? ബോവസ് പറയുകയാണ്, എന്റെ പണിക്കാരുടെ കൂടെ യഹോവ ഇരുന്നാല് എന്റെ കളപ്പുര നിറയത്തുള്ളൂ. സ്തോത്രം. മനസ്സിലായത് എത്ര പേരുണ്ട്? ബോവസിന് മനസ്സിലായി, എന്റെ പണിക്കാരുടെ കൂടെ യഹോവ ഇരുന്നാല് എന്റെ കളപ്പുര നിറയൂ. ഇനി പണിക്കാരോട് ചോദിച്ചേ, നിങ്ങൾ എന്തിനാ കൈ ഉയർത്തി തിരിച്ച് നിങ്ങളുടെ യജമാനനോട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞത്? സ്തോത്രം. അവര് പറയും, ഞങ്ങളുടെ യജമാനനെ ദൈവം അനുഗ്രഹിച്ചാലേ ഞങ്ങളുടെ വീടിനകത്തെ പട്ടിണി മാറത്തുള്ളൂ. സ്തോത്രം. നോക്കി, പല ആളുകൾക്കും അറിയാൻ മേലാത്തൊരു മർമ്മമുണ്ട്. നീ ജോലി ചെയ്യുന്ന, നിനക്ക് നന്മ കിട്ടുന്ന ആ ഓഫീസിന് വേണ്ടി ഒരു ദിവസമെങ്കിലും നീ പോസ്റ്റ് പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ പല ആളുകൾ അവിടെ ജോയിൻ ചെയ്തിട്ട് അന്ന് ആ കമ്പനി പൂട്ടി. അത്ര നല്ല ഇതാ. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, വന്ദനവും പ്രതിവന്ദനവും. സ്തോത്രം. അങ്ങനെ ഈ വന്ദനവും പ്രതിവന്ദനവും കഴിഞ്ഞിട്ട് ബോവസ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താ കാഴ്ച എന്നറിയാമോ? സാധാരണ തന്റെ വയലിൽ കാണാത്ത ഒരു സ്ത്രീയെ കണ്ടു. ബോവസ് പ്രത്യേകിച്ച് ആ സ്ത്രീയെ കണ്ടപ്പോൾ ഉടനെ സൂപ്പർവൈസറെ വിളിച്ചു, ഫ്രിത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ സ്ത്രീ ഏതാന്ന് ചോദിച്ചു. 5-6 വാക്യങ്ങൾ അത് കാണാം. ഉടനെ ഫ്രിത്യൻ ഒരു ചരിത്രം പറയുക. ആരുടെ? രൂത്തിന്റെ ചരിത്രം പറയുക. ബോവസിന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത് പണ്ട് നമ്മുടെ ബേത്ലഹേമിൽ നിന്ന് മോബാബിലേക്ക് പോയി ദുരന്തങ്ങൾ ഉണ്ടായ ഒരു വീടുണ്ടല്ലോ, 3 ആൺമക്കൾ 3 പുരുഷന്മാർ മരിച്ചുപോയ വീട്. ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം സഹോദരി 3 സ്ത്രീകളായിരുന്നു. അതിനകത്ത് മൂത്ത ഒരു മരുമോൾ അങ്ങ് വിട്ടുപോയി. പിന്നെ 2 പേരായിട്ട് തിരിച്ചു വന്നു. ഈ ചരിത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ബോവസിനോട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ബോവസ് രൂത്തിനോട് പറഞ്ഞു, മകളെ, ഇനി പിറക്കുവാൻ വേറെ ഒരു വയലിൽ നീ പോകണ്ട. കറ്റകളുടെ ഇടയിൽ നീ നടന്ന് നീ പിറക്കിക്കൊള്ളുക. സ്തോത്രം. ആദ്യമായി തന്നെ കാണുന്ന ബോവസ് തനിക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു വയലിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് കറ്റകളുടെ ഇടയിൽ നടന്ന് പിറക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇത്രയും ആനുകൂല്യങ്ങൾ നൽകി തന്ന ബോവസിനെ കണ്ട് രൂത്ത് അതിശയിച്ചു പോയി. സ്തോത്രം. രൂത്ത് ബോവസിനോടൊരു ചോദ്യം ചോദിച്ചു. 2-ാം അധ്യായത്തിന്റെ താക്കോൽ വാക്യം ആ ചോദ്യമാണ്.
സ്തോത്രം. ആ ചോദ്യമാണ് 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ ഒരു അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ? ഞാൻ പല രാത്രികളിലും പ്രാർത്ഥിക്കാൻ പായലിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കാറുള്ള ചോദ്യമാണിത്. സ്തോത്രം. ഞാനൊരു അന്യജാതിക്കാരനായിരിക്കെ, ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധമില്ലാതിരിക്കെ, വാക്തത്വത്തിന് അന്യരും പരദേശികളുമായിരുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ അതിൽ അന്യരും പരദേശിയൊന്നുമല്ല, ആയിരുന്നൊരു സമയമുണ്ടായിരുന്നു. എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം എന്നോട് ദയ തോന്നിയത് എങ്ങനെ? രൂത്തിന് ഇത് ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. രൂത്തിനോട് ബോവസ് ഒത്തിരി ദയ കാണിച്ചു. എന്താ ദയ കാണിച്ചത്? ആവർത്തന പുസ്തകം വായിക്കുന്നവർക്കറിയാം, ഇസ്രായേൽ ഒരു കൊയ്ത്ത് നിയമമുണ്ട്. കൊയ്ത്ത് നിയമം പഠിക്കുന്നവർക്കറിയാം, കൊയ്ത്ത് നടക്കുമ്പം ആരും വയലിറങ്ങി പിറക്കാൻ പാടില്ല. എല്ലാവരും കരയിൽ വെയിറ്റ് ചെയ്യണം. ആ കൊയ്ത്ത് സമയത്ത് പൊഴിഞ്ഞു വീഴുന്ന ഒരു നെൽമണിയും ഉടമസ്ഥനെടുക്കാൻ അനുവാദമില്ല. അത് പരദേശികൾക്കും അന്യർക്കും വിധവമാർക്കും ഒക്കെ ഉള്ളതാണ്. സ്തോത്രം. അങ്ങനെയാണ് നിങ്ങൾ നോക്കിയ ഇവിടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വയലിന്റെ കരയിൽ നിരവധി പരദേശികളും നിരവധി വിധവമാരും അന്യരും ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവരുടെ കൂടെ പോയി ക്യൂവിൽ നിൽക്കേണ്ട ആളാണ് ആര്? രൂത്ത്. പക്ഷെ അവരുടെ കൂടെ ക്യൂവിൽ നിർത്താതെ കൊയ്യുന്നവരുടെ കൂടെ ഇറങ്ങി പിറക്കിക്കൊള്ളാൻ ബോവസ് രൂത്തിനെ അനുവദിച്ചെങ്കിൽ അത് മറ്റാരോടും കാണിക്കാത്ത ദയയല്ലേ? എന്റെ പ്രിയരെ, കത്തി നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യൻ കത്തി നിൽക്കുമ്പം ആ വയലിന്റെ കരയിൽ ദാഹിച്ചു വലഞ്ഞ് നാവ് വരേണ്ട ഒത്തിരി അനാഥരും വിധവമാരും പരദേശികളും നിൽക്കുമ്പം ഇവിടെ ഇതാ വയലിനകത്ത് തന്റെ പണിക്കാർ കോരി വെച്ച വെള്ളം കുടിച്ച് ദാഹം അകറ്റാൻ ബോവസ് രൂത്തിനെ അനുവദിച്ചത് മറ്റാരോടും കാണിക്കാത്ത ദയയല്ലേ? നോക്കാം, വയലിന്റെ കരയിൽ എത്രയോ വിധവമാരും അനാഥരും പരദേശികളും വിശന്നു വലഞ്ഞിരിക്കുമ്പം ഇവിടെ ഇതാ വയലിനകത്ത് തന്നെ ഒരു പ്രാവശ്യം മാത്രം കണ്ട ആ ബോവസിന്റെ കൂടിരുന്ന് അവന്റെ അപ്പം എടുത്ത് ചാറിൽ മുക്കിക്കഴിക്കാൻ ബോവസ് രൂത്തിനെ അനുവദിച്ചെങ്കിൽ അത് മറ്റാരോടും കാണിക്കാത്ത ദയയല്ലേ? സ്തോത്രം. ഇന്ന് രാവിലെ ദൈവം എനിക്ക് ആ മറുപടി തന്നില്ല, ദൈവം എനിക്ക് ഈ മറുപടി തന്നില്ല, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയില്ല എന്ന് 1000 പരാതികൾ പറയുന്നതിന് മുൻപ് ഇനി പുറകോട്ടൊന്ന് നീ തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന് രാവിലെ ദൈവത്തോട് ചോദിക്ക്, എന്നോട് ഇത്രയും ദയ കാണിപ്പാൻ, എന്നെ ഇത്രയും വിചാരിപ്പാൻ എന്റെ കുടുംബത്തിൽ എന്താണ് കാരണം? ഞാൻ അതിനെന്തു ചെയ്തു എന്ന് ദൈവത്തോട് ചോദിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാവിലെ ഇതിനകത്തിരിപ്പുണ്ട്? സ്തോത്രം. എന്റെ വീട്ടിൽ ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വന്നത്. ഞാനൊരു നായർ സമുദായത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വന്നത്. സ്തോത്രം. എന്റെ വീട്ടിൽ അത് എന്നേക്കാൾ കൊള്ളാവുന്ന കരുത്തന്മാരായിട്ടുള്ള പല ആളുകളും എൻ്റെ വീട്ടിലുണ്ട്. RSSകാരായിട്ടും ഒക്കെയുള്ള പലരുമുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മാതാവും അത് അമ്മയുടെ അനുജത്തിയും മാത്രമാണ് വിശ്വാസത്തിലുള്ളത്. ബാക്കി എല്ലാവരും ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായം മുതൽ പല രാജ്യങ്ങളിൽ സഞ്ചരിച്ച് കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ, ഞാൻ വിവിധ രാജ്യങ്ങളിൽ പല പ്രാവശ്യം യാത്ര ചെയ്ത് പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും കേരളം വിട്ടുപോയതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സ് മുതൽ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, എൻ്റെ കുടുംബത്തിൽ എന്നേക്കാൾ കൊള്ളാവുന്നവർ, ഭാഷാ പണ്ഡിതന്മാർ, അറിവുള്ളവർ, പണമുള്ളവർ, കായികക്ഷമതയുള്ളവർ പലരും ഉണ്ടായിട്ടും അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ ഇത്രയും വിചാരിപ്പാൻ തക്കവണ്ണം എന്നോട് ദയ തോന്നിയത് എന്ത് എന്ന് ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ണു നിറഞ്ഞ് ചോദിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്ന് പകൽ അതരം തുറന്ന് ദൈവത്തോട് ചോദിക്ക്, എന്നോട് ഇത്രയും ദയ കാണിപ്പാൻ എന്താണ് കാരണം? നീ ആ ക്യൂവിൽ രൂത്തേ, നീ ആ വയലിൽ അനാഥരുടെ കൂടെ പരദേശികളുടെ കൂടെ ആ വിധവമാരുടെ ക്യൂവിൽ നിൽക്കേണ്ടയാളല്ലേ? നിന്നെ ക്യൂവിൽ നിർത്തിയോ ദൈവം? RCC ക്യാൻസർ സെന്ററിലോട്ട് ചെല്ല്. ആ ക്യാൻസർ സെന്ററിൽ ക്യൂവിൽ നിൽക്കുന്നവരുടെ കൂടെ നിൽക്കേണ്ട ആളല്ലായിരുന്നു നീ? സ്തോത്രം. എത്രയോ പേർക്ക് ജോലി ഇല്ലാതിരിക്കുന്നു, അവരെ പോലെ ജോലി ഇല്ലാത്തവരുടെ ക്യൂവിൽ നിൽക്കേണ്ട ആളല്ലായിരുന്നു നീ? പക്ഷെ ഈ ക്യൂവിലെങ്ങും നിന്നെ നിർത്താതെ ആ വയലിനകത്ത് ഇറങ്ങി നടന്ന് പിറക്കിക്കൊള്ളാൻ അവൻ നിനക്ക് അനുവാദം നൽകി തന്നെങ്കിൽ ഇന്ന് പകൽ ഹൃദയം തുറന്ന് ദൈവത്തോട് വിളിച്ചു പറ, എന്നോട് ഇത്രയും ദയ കാണിപ്പാൻ, എന്നെ ഇത്രയും വിചാരിപ്പാൻ എന്താണ് കാരണം?
ബോവസ് ഈ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞു. ആ മറുപടി എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു മറുപടിയാണ്. 11-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ബോവസിന്റെ മറുപടി കാണാം. ബോവസിന്റെ മറുപടി, ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിമ്മയ്ക്ക് വേണ്ടി നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. അവസാനത്തെ ആ പദം ശ്രദ്ധിച്ചോ, ഞാൻ കേട്ടിരിക്കുന്നു. ബോവസ് പറഞ്ഞു, ഞാൻ വെറുതെ അല്ല വയലിൽ നിന്നോട് ഇത്രയും ദയ കാണിച്ചത്, പിന്നെ ഞാൻ ചിലത് കേട്ടു നിന്നെ കുറിച്ച്. ദൈവം ഒരാളെ വെറുതെ അനുഗ്രഹിക്കുന്ന ആരും വിചാരിക്കണ്ട. ചാനലിൽ പ്രസംഗിക്കുന്നവർക്ക് അങ്ങനെ എന്തും പറയാം, ദൈവം അനുഗ്രഹിക്കുന്ന. അങ്ങനൊന്നും ദൈവം അനുഗ്രഹിക്കുകയല്ല. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും പുറകിൽ കണ്ടീഷൻസ് ഉണ്ട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാ പറഞ്ഞത്. ചുമ്മാ ആരെ മാനിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം വയലിൽ നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ, ബോവസ് വയലിൽ നിന്നെ ആദരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ബോവസ് കേൾക്കണം. എന്താ കേട്ടത്? 3 കാര്യങ്ങൾ ബോവസ് കേട്ടു. 11-ാം വാക്യം നോക്കി. 1, നീ ചെയ്തിരിക്കുന്നത് ഞാൻ കേട്ടു. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നത്. അപ്പം നീ ചെയ്തത് കേട്ടാണ് നിന്നെ അനുഗ്രഹിക്കുന്നത്. പെന്തക്കോസുകാരെ, നീ ചെയ്തതായിട്ട് കേൾക്കാൻ ദൈവത്തിന് വല്ലതും ഉണ്ടോ? അർത്ഥകൈക്ക് ഉപ്പ് തേക്കാത്ത ആളുകളാണ് കൂടുതലും. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഭൂരിപക്ഷം ആളുകൾ, വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ കരുണയുള്ള ആളുകൾ. സ്തോത്രം. എല്ലാവരെയും ഞാൻ അടച്ചു പറയുകയല്ല. ഇപ്പോൾ ഒരു ഭിക്ഷക്കാരൻ പോലും ബദേൽ ഭവനം ഒന്ന് കണ്ടാൽ ആ ഗേറ്റ് മാറിപ്പോകും. കാര്യം അവനറിയാം ഇവിടെ 5 രൂപ തൊട്ടിന് അപ്പുറത്തോട്ട് ഒന്നും കിട്ടുകയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. സ്തോത്രം. നീ ചെയ്തതായിട്ട്, ഇവിടെ അവള് ചെയ്തത് ആർക്കാ? അമ്മായിയമ്മയ്ക്കാ ചെയ്തത്. ചിലർ പറയും, ആ തള്ളക്ക് എന്ത് ചെയ്ത് കൊടുത്താലും പാസ്റ്ററെ അവസാനം ചെയ്ത ഇടമൊന്നും ഉണ്ടാകത്തില്ല. നീ എന്തിനാ അമ്മായിയമ്മയിൽ നിന്ന് പ്രശംസ കേൾക്കാൻ വേണ്ടിയാണോ നീ ചെയ്യുന്നത്? നിനക്ക് പ്രതിഫലം തരുന്നത് അമ്മായിയമ്മയല്ല, പ്രതിഫലം ഉയരത്തിൽ നിന്നാണ് വരുന്നത്. നീ എന്തിനാ അവരുടെ പ്രശംസ കേൾക്കാൻ വേണ്ടി ചെയ്യുന്നത്? അത് കേൾക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നം വരുന്നത്. സ്തോത്രം. അവർ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലും നീ ചെയ്യാനുള്ളത് നീ ചെയ്യണം. അമ്മായിമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാത്ത ആളുകൾ നീ പ്രസംഗം കേൾക്കണ്ട, ഹിറ്റ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. കാരണം ദൂത് അങ്ങനെയാ വരുന്നത്. നീ ചെയ്തത് കേൾക്കണം. ചുമ്മാ അതൊന്നും 21, 40 ഒന്നും കുത്തിയിരുന്ന് ഉപവസിച്ചാലൊന്നും ദൈവം ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഉപവസിച്ച് ദൈവത്തെ നിങ്ങളുടെ കസ്റ്റഡി കൊണ്ടുവരാൻ ആരും ചിന്തിക്കണ്ട. ദൈവം പൊട്ടനല്ല. സ്തോത്രം. ഒന്നുകൂടെ ഇറങ്ങി പറയാം, നീ ചെയ്തതായി വല്ലതും ദൈവത്തിന് കേൾക്കാനുണ്ടെങ്കിൽ അവൻ നിന്നെ വയലിൽ അനുഗ്രഹിക്കും. ഇനി ഒന്നും ചെയ്തില്ലേലും പൗലോസ് പറഞ്ഞെങ്കിൽ ചെയ്യും. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ഒന്നും ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലേക്ക് ക്രിസ്തുവേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അത് പിന്നെ നമുക്ക് കേൾക്കാൻ സന്തോഷം, അതൊക്കെ നമ്മൾ ചെയ്യും. സ്തോത്രം. മറ്റേത് പ്രാക്ടിക്കൽ ലൈഫിൽ ചില ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ചെയ്തത് കേട്ടാണ് ബോവസ് അവളെ അനുഗ്രഹിച്ചത്. ഇനി രണ്ടാമത് എഴുതിയിരിക്കുന്നത് നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട്. അയ്യോ, രണ്ടാമത് ബോവസ് നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ നീ വിട്ടതായിട്ട് ചിലത് കേൾക്കാനുണ്ടാകും. സ്തോത്രം. ചിലരൊക്കെ പലതും ഇപ്പോഴും വിട്ടിട്ടില്ല, അതുകൊണ്ടാണ് അനുഗ്രഹം വരാത്തത് വയലിൽ. സ്തോത്രം. മൂന്നാമത് അവിടെ എഴുതിയിരിക്കുന്നു, നീ വന്നിരിക്കുന്നത് ഞാൻ കേട്ടു. എവിടാ നീ വന്നിരിക്കുന്നതെന്നറിയാമോ? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാക രക്തത്തിനെ കടുക്കൽ എത്ര വന്നിരിക്കുന്നത്. സ്തോത്രം. നോക്കിക്കേ, ഈ 3 കണ്ടീഷൻ ബേസിലാണ് ബോവസ് വയലിൽ രൂത്തിനെ ആദരിച്ചത്. സ്തോത്രം. അങ്ങനെ വലിയ നന്മയുമായിട്ട് അവൾ മടങ്ങി അവളുടെ വീട്ടിൽ ചെന്നു. അന്ന് വീട്ടിൽ ചെന്നു. 3-ാം അധ്യായത്തിലോട്ട് കയറുക, നമ്മുടെ കുറുവാക്യത്തിലേക്ക് വരണല്ലോ. വീട്ടിൽ ചെന്നപ്പം രൂത്തിനോട് അമ്മായിയമ്മ നവോമി ചോദിച്ചു, നീ ഏത് വയലിലാ പോയത്? അവള് പറഞ്ഞു, ബോവസ് എന്ന് പേരിൽ ഒരാളുടെ വയലില്ല. നവോമി എക്സൈറ്റ് ആയിപ്പോയി. നവോമി പറഞ്ഞു, അത് എന്റെ ഭർത്താവായ എലീമേലെക്കിന്റെ ചാർച്ചക്കാരനല്ലേ. എന്നിട്ട് നവോമി പറയുക, നീ ഇങ്ങനെ എല്ലാ ദിവസവും വയലിൽ പോയി പിറക്കിയൊക്കെ ജീവിച്ചാൽ മതിയോ? നിനക്കൊരു ഭാവി വേണ്ടേ? നിനക്കൊരു വിശ്രാമ സ്ഥലം വേണ്ടേ? സ്തോത്രം. എനിക്ക് ആ 1-2 വാക്യങ്ങൾ വായിച്ചപ്പോൾ എന്റെ ചിന്ത മാറിപ്പോയി. അവിടെ നവോമി രൂത്തിനെ വിളിക്കുന്നൊരു വിളിയുണ്ട്. എന്താണെന്നറിയോ? മകളെ.
സാധാരണ അമ്മായിമാര് മരുമകളെ വിളിക്കാറില്ല അങ്ങനെ മകളെ. സ്തോത്രം. ഇനി രണ്ടാമത് പറയുന്നൊരു പദമുണ്ട്. എന്താ? നീ നന്നായിരിക്കേണ്ടതിന്. കണ്ടോ, അമ്മായിയമ്മയ്ക്ക് മരുമകൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മായിയമ്മ. സ്തോത്രം. ഇതൊക്കെ എനിക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാൻ സമയമില്ല. സാധാരണ കെട്ടിച്ചു വിട്ട മകൾ ഇടയ്ക്ക് വീട്ടിൽ വരും പറയും, നീ അങ്ങ് ഉണങ്ങിപ്പോയല്ലോ ഇവിടെ ഇത്. ഇവിടെ വീട്ടിൽ നിൽക്കുന്നവള് കരിമ്പോതം പോലെ നിന്നാലും മിണ്ടുകയല്ല ചില അമ്മായിമാർ. സ്തോത്രം. നോക്കിയോ. പക്ഷെ ഇവിടെ കണ്ടോ, മരുമകളെ മകളെ എന്ന് വിളിച്ചു. മരുമകള് നന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ മരുമകളെ കൊണ്ട് ഇങ്ങനെ പറക്കി ജീവിച്ച് അവളെ ഊറ്റി ജീവിക്കാന്നുള്ളതല്ല അവിടെ ചിന്ത. പിന്നെ അവള് നന്നായിരിക്കണം, അവൾക്കൊരു ഭാവി വേണം, അവൾക്കൊരു വിശ്രാമ സ്ഥലം. അതിന് നവോമി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക രൂത്തിനോട്. എന്താണെന്നറിയാമോ? നിന്നെ ഒറ്റ പ്രാവശ്യം കണ്ടപ്പോ ഇത്രയും നിന്നെ ആദരിച്ച ബോവസിന്റെ അദ്ദേഹത്തെ പോയി ഒറ്റയ്ക്കൊന്ന് നീ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം. ഇഷ്ടം. അതുകൊണ്ട് നവോമി രൂത്തിനെ ഒറ്റയ്ക്ക് വിടുക. എങ്ങോട്ടാണെന്നറിയോ? ബോവസ് ഉള്ള സ്ഥലം കളപ്പുരയ്ക്കകത്ത്. 3-ാം അധ്യായത്തിൽ രൂത്ത് കളപ്പുരയിൽ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിപ്പൂട്ടും എന്ന് പറഞ്ഞാൽ ഈ സഭായോഗത്തിന് വരുമ്പോൾ ബോവസിനെ കാണുന്നതല്ലേ ഉള്ളൂ പലരും. രാത്രിയിൽ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ബോവസുമായിട്ട് മീറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. പകൽ നിന്നോട് അസാധാരണമായ ദയ കാണിച്ച ബോവസിനെ രാത്രി ഒറ്റയ്ക്ക് കണ്ടുന്ന നന്ദി പറയാൻ എഴുന്നേൽക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ എഴുന്നേൽക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നിന്റെ ഭാവി സെറ്റിലാകണമെങ്കിൽ നീ രാത്രിയിൽ ഒറ്റയ്ക്ക് അവനുമായി ഒരു മീറ്റിങ്ങിന്, ഒരു എൻകൗണ്ടറിന് തയ്യാറാകണം. നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയാം, ആ രാത്രിയിൽ നടന്ന ഒരു കൈമാറ്റമാണ് ബോവസിന്റെ ഭാവിയെ മാറ്റിയത്. ഇന്ന് രാത്രിയിൽ സഭായോഗത്തിൽ നടന്ന കൈമാറ്റമല്ല, പിന്നെ അർദ്ധരാത്രിയിൽ തന്നെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ബോവസിനെ ഒന്ന് കാണാൻ വന്ന രൂത്ത്. സ്തോത്രം. കഴിഞ്ഞ പകലിൽ തനിക്ക് ഇത്രയും ദയ കാണിച്ച ഈ ബോവസിനെ താൻ തനിച്ചു കാണാൻ വേണ്ടി അമ്മായിമ്മയുടെ നിർദ്ദേശപ്രകാരം വരുമ്പോൾ ഒരു കൈമാറ്റം അവിടെ നടന്നു. ഒരു പുതപ്പിന്റെ കൈമാറ്റം. ആ കൈമാറ്റമാണ് അവരുടെ ഭാവിയുടെ ചരിത്രം മാറ്റിയതെങ്കിൽ സഭായോഗത്തെ ഞാൻ കുറച്ച് കാണുന്നില്ല, മറ്റു കൂട്ടായ്മകളെ ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇതിനപ്പുറം അർദ്ധരാത്രിയിൽ ആരും കാണാതെ ഒറ്റയ്ക്ക് നിന്നെ പകൽ മുഴുവൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതിയ, നിന്നെ സൂക്ഷിച്ച, നിനക്ക് വേണ്ടതെല്ലാം നൽകിത്തന്ന ആ ബോവസിനെ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് തനിച്ചിരുന്ന് ഒറ്റയ്ക്ക് അവനുമായി സംസാരിക്കാൻ, ഒറ്റയ്ക്ക് അവനുമായി ഒരു എൻകൗണ്ടറിന് തയ്യാറാകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ആ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചില കൈമാറ്റങ്ങൾ നിനക്കുണ്ടാകും. ആ കൈമാറ്റമായിരിക്കും നിന്റെ ഭാവിയുടെ ചരിത്രത്തെ മാറ്റുന്നത്. ഇന്ന് രാത്രിയിൽ എത്ര പേർ അതിനുവേണ്ടി തയ്യാറാകുന്നു? ഇനി അമ്മായിയമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞാ വിട്ടത്. ബോവസിനെ മീറ്റ് ചെയ്യുമ്പോൾ ചുമ്മാതെ അങ്ങോട്ട് പോയി കാണാൻ പറ്റുകയില്ല. പിന്നെ എന്താ ചെയ്യേണ്ട? ബോവസിനെ മീറ്റ് ചെയ്യണമെങ്കിൽ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. 1, നീ കുളിക്കണം. 2, നീ തൈലം പൂശണം. 3, വസ്ത്രം മാറണം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ വയലിൽ നടന്നതുപോലെ, വയലിൽ നടന്ന ആ പടുതിയിലൊന്നും പോയി കളപ്പുരയിലോട്ട് ബോവസിനടുത്ത് ചെല്ലരുത്, അവൻ ഗെറ്റ് ഔട്ട് അടിക്കും. സ്തോത്രം. പിന്നെ വയലിനകത്ത് ഇട്ടുകൊണ്ട് തന്നെ ആ ഡ്രസ്സുമായിട്ട് നീ കളപ്പുരയിൽ പോകരുത്, നാറ്റമടിക്കും. അതുകൊണ്ട് നീ ആദ്യം എന്ത് ചെയ്യണം? കുളിക്കണം, നീ വസ്ത്രം മാറണം, സുഗന്ധം പൂശണം. ഇത് 3ഉം സൂചിപ്പിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ അറിയാമോ? ആ ബോവസിനെ കാണണമെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കണം. സ്തോത്രം. എന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നീ 5.5 മണിക്കൂർ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചാലും, നീ 1.5 മണിക്കൂർ പ്രൈസ് ആൻഡ് വർഷിപ്പ് നിന്നാലും കർത്താവ് നിന്റെ 7 അയൽവക്കത്ത് പോലും വരികയാണ്. കർത്താവ് വരണമെങ്കിൽ അതിനുള്ള ഏക മാനദണ്ഡം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇന്ന് രാവിലെ ശുദ്ധീകരണത്തോടു കൂടാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ശുദ്ധീകരണത്തോടു കൂടാണ് നീ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടന്നതെങ്കിൽ, നിന്റെ മീറ്റിങ്ങിന്റെ ആദ്യത്തെ പാട്ടിന് മുമ്പ് കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. സ്തോത്രം. ശുദ്ധീകരണമില്ലാതെ നീ എന്ത് ചെയ്താലും ബോവസുമായിട്ടൊരു മീറ്റിംഗ് നടക്കില്ല. സ്തോത്രം. അവൾ കുളിച്ചു, വസ്ത്രം മാറി, അവൾ തൈലം പൂശി. ബോവസിനെ കാണാൻ അർദ്ധരാത്രി കളപ്പുരയിൽ ചെന്നപ്പോൾ ബോവസ് അവിടെ യവക്കുംഭാരത്തിന്റെ ചൂട്ടിൽ തിന്നു കുടിച്ച് അവൻ ഉറങ്ങുകയാണ്. സ്തോത്രം. ബോവസ് അവനെ ഉറങ്ങുമ്പോ രൂത്ത് എന്ന് തട്ടി വിളിച്ചില്ല. ആ കാൽക്കൽ പോയി കിടന്നു. അവന്റെ പുതപ്പൽപ്പം തന്റെ ശരീരത്തിലേക്ക് ഇട്ടു. അർദ്ധരാത്രിയിൽ തന്റെ കാലെവിടെയോ തട്ടിയത് കണ്ട് ചാടി എഴുന്നേറ്റ ബോവസ് കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? കഴിഞ്ഞ പകൽ താൻ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്ത ആ സ്ത്രീ തന്റെ കാഴ്ചവട്ടിയിരിക്കുന്നു. ആദ്യം ബോവസ് വിചാരിച്ചു കാണും പകൽ കൊടുത്തൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും ചോദിക്കാമെന്നാണ്. എന്ത്?
യവവും ഗോതമ്പും ബാർലി. നമ്മളെക്കുറിച്ച് ദൈവം അങ്ങനെയൊക്കെയാ പലപ്പോഴും ചിന്തിക്കുന്നത്. പതിവില്ലാതെ നമ്മൾ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ ദൈവത്തിന് അറിയാം എന്തോ ഏടാകൂടം കൊണ്ട് അവൾ വന്നേക്കുന്നത്. സ്തോത്രം. കാര്യം ഇത് പതിവുള്ളതല്ലല്ലോ. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, ബോവസ് അവളോട് ചോദിച്ചു, എന്താണ് നിന്റെ ആവശ്യം? അവളുടെ ആവശ്യം യവമാണ്, ബാർലിയാണ്, ഗോതമ്പാണെന്നായിരിക്കാം ബോവസ് ചിന്തിച്ച്. പക്ഷെ അവള് പറഞ്ഞത് കേട്ട് ബോവസ് ഞെട്ടി. അവള് പറഞ്ഞു, ഞാൻ നിന്റെ ദാസിയായിരുന്നു, നിന്റെ പുതപ്പടി എന്റെ മേലിടണം. ബോവസ് ഒന്ന് അത്ഭുതപ്പെട്ട് കാണണം. കാരണം ഇന്ന് വരെ തന്റെ വയലിന്റെ കരയിൽ ഒത്തിരി അനാഥരെ താൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി പരദേശികളെയും വിധവമാരെയും കണ്ടിട്ടുണ്ട്. ഇവരുടെ എല്ലാം കണ്ണുകൾ ബോവസിന്റെ യവത്തേലും ഗോതമ്പേലും ബാർലിയിലുമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയുടെ കണ്ണ് തന്റെ പുതപ്പെ വീഴുന്നത്. പെന്തക്കോസിൽ ഭൂരിഭാഗം ആളുകൾക്കും വേണ്ടത് അത് യവവും ഗോതമ്പും ബാർലിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ 2-ാം അധ്യായത്തിൽ ഞാൻ 3-ാം അധ്യായത്തിലോട്ട് കയറാറേ ഇല്ല. സ്തോത്രം. പക്ഷേ ആദ്യമായിട്ടൊരു സഹോദരി പറയുക, എനിക്ക് യവമല്ല വേണ്ടത്, എനിക്ക് ഗോതമ്പല്ല വേണ്ടത്, എനിക്ക് ബാർലി അല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിന്റെ പുതപ്പാണ്. ദൈവാത്മാവ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരോട് ചോദിക്കുന്നു, നിന്നോട് ലൈവായി കർത്താവ് ചോദിക്കുന്നു, 2025 നിനക്ക് യവം വേണോ, നിനക്ക് പുതപ്പ് വേണോ? സ്തോത്രം. നിങ്ങളുടെ സഭയോട് ഈ മീറ്റിംഗിനോട് കർത്താവ് ചോദിക്കുന്നു, നിനക്ക് യവം വേണോ, നിനക്ക് പുതപ്പ് വേണോ? ദൈവത്തിന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിനക്ക് യവം വേണോ? രൂത്ത് പറഞ്ഞു, എനിക്ക് യവം വേണ്ട. കാരണം എത്ര ചോദിച്ചാലും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ അളന്നു തരുന്നവനാണ് ഇവൻ. സ്തോത്രം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ യവവും ഗോതമ്പും ബാർലിയും ഒക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ തീർന്നു പോകും. ഞാൻ വീണ്ടും ദരിദ്രനാകും, വീണ്ടും ഞാൻ വയലിൽ ഇറങ്ങേണ്ടി വരും. എന്നാൽ എനിക്ക് പുതപ്പ് കിട്ടിയ ഇനി ഞാൻ ദരിദ്രനാകത്തില്ല, ഇനി ഞാൻ വയലിൽ പിറക്കാൻ ഇറങ്ങേണ്ടി വരത്തില്ല. എനിക്ക് പുതപ്പ് കിട്ടിയാൽ ഞാൻ ആ വയലിന്റെ ഉടമസ്ഥനാകാൻ പോകുകയാണ്. ദൈവാത്മാവ് ചിലരോട് പറയുന്നു, നിന്നെ ഉടമസ്ഥനാക്കി തീർക്കാൻ ചില പുതപ്പ് ഇന്ന് രാവിലെ കൈമാറാൻ പോകുകയാണ്. ചിലരുടെ മേൽ കൃപാവരത്തിന്റെ പുതപ്പ്, വെളിപ്പാടിന്റെ പുതപ്പ്, പ്രവചനാത്മാവിന്റെ പുതപ്പ്, ഏലിയാവിന്റെ പുതപ്പ് ഏലീശയുടെ മേൽ വന്നതുപോലെ, പൗലോസിന്റെ പുതപ്പ് തിമോത്തിയോസിന്റെ മേൽ വന്നതുപോലെ, ബോവസിന്റെ പുതപ്പ് രൂത്തിന്റെ മേൽ വന്നതുപോലെ, കൃപ പ്രാപിച്ച ദൈവജനം അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ചിലരുടെ മേൽ ഇന്ന് പകൽ ആ പുതപ്പിന്റെ കൈമാറ്റം ദൈവം അയക്കാൻ പോകുകയാ. എനിക്ക് യവം വേണ്ട, എനിക്ക് ഗോതമ്പ് വേണ്ട, എനിക്ക് ബാർലി വേണ്ട, എനിക്ക് ഭൗതികമായ നന്മയല്ല വിഷയം, എനിക്ക് അവന്റെ പുതപ്പാണ് ഈ തലമുറയിൽ വേണ്ടതെന്ന് ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചിലരുടെ മേൽ ഇന്ന് രാവിലെ ആ പുതപ്പിന്റെ അസാധാരണ കൈമാറ്റം പരിശുദ്ധാത്മാവ് പകരാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. നോക്കിക്കേ, ആ പുതപ്പ് കൊടുത്തപ്പം പുതപ്പിനകത്ത് വീണ്ടും 6 ഇടങ്ങഴി യവം വളർന്നിട്ട് കൊടുത്തു. ഈ പുതപ്പ് രൂത്തിന്റെ പുതപ്പല്ല, ഇത് ബോവസ് കൊടുത്ത പുതപ്പാ. ആ പുതപ്പിനകത്ത് വീണ്ടും വളർന്നിട്ട് കൊടുത്തു. കുഞ്ഞെ, പുതപ്പ് കിട്ടി അതിന്റെ കൂടെ ബോണസ് ആയിട്ട് നിനക്ക് ചിലതുകൂടെ കിട്ടും. മനസ്സിലായില്ലേ? പുതപ്പ് നീ പ്രാപിച്ചാൽ അതിന്റെ കൂടെ ഓഫർ ഉണ്ട്, ചിലതുകൂടെ തരും. നീ ചോദിച്ചത് എന്താ? ചോദിച്ചത് പുതപ്പാ. പക്ഷെ തന്നത് പുതപ്പ് മാത്രമല്ല, അതിനകത്ത് ഈ 6 ഇടങ്ങഴി യവം കൂടെ. എന്ന് പറഞ്ഞാൽ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തംബരമായി തരുന്ന ദൈവം. സ്തോത്രം. ഇനി ആ പുതപ്പും കൊണ്ട് വീട്ടിൽ ചെന്നപ്പം, സ്തോത്രം, പുതപ്പ് കിട്ടിയ മരുമോളെ നോക്കിയിട്ടാണ് അത് നവോമി പറയുന്നത്. മരുമോളെ, അവൻ എന്തു പറഞ്ഞു? അമ്മായിമ്മയുടെ അടുക്ക ചെല്ലുമ്പോൾ വെറും കൈയായി പോകരുതെന്ന് പറഞ്ഞ് ഈ 6 ഇടങ്ങഴി യവം കൂടെ ആ പുതപ്പ് തന്നതിന്റെ കൂടെ തന്നെന്ന് പറഞ്ഞപ്പോഴാണ്, സ്തോത്രം, നവോമി പറയുക, അവൻ പുതപ്പ് തന്നെങ്കിൽ ഇനി നിന്റെ ഭാവിയെക്കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. അവൻ പുതപ്പ് തന്നെങ്കിൽ ഇനി നിന്റെ ആ വിഷയത്തെക്കുറിച്ച് നീ ഭാരപ്പെടണ്ട. ആ പുതപ്പ് തന്നവൻ ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാതെ അവൻ സ്വസ്ഥമായിരിക്കത്തില്ല. ഇന്ന് രാവിലെ ചിലരോട്, എല്ലാവരോടും അല്ല ദൂത്, ദൈവം പുതപ്പ് കൈമാറിയവരാരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് പുതപ്പ് പ്രാപിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കാര്യത്തിനകത്ത് നീ ഭാരപ്പെട്ട ആ ഭാവിയുടെ വിഷയത്തിൽ, ജോലിയുടെ വിഷയത്തിൽ, ശുശ്രൂഷയുടെ വിഷയത്തിനകത്ത് ഒരു തീർപ്പ് കൽപ്പിക്കാതെ എൻ്റെ ദൈവം ഇന്ന് സ്വസ്ഥമാകത്തില്ല. ആ തീർപ്പ് കൽപ്പിച്ച വാർത്ത നീ ഫോണിലൂടെ കേൾക്കും, ഇമെയിൽ വഴി കേൾക്കും, അത് നീ ആളുവഴി അറിയും. ദൈവം തീർപ്പ് കൽപ്പിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാ കണ്ണുകളും അടയ്ക്കാം, തലകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം.